ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം തുടർച്ചയായിട്ട് രക്ഷാവിജ്ഞാനത്തിലെ ദൈവകൃപയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേക ദൈവത്തിന്റെ പൊതുവായ കൃപയും രക്ഷാകരമായ കൃപയും തമ്മിലുള്ള വ്യത്യാസമാണ് കഴിഞ്ഞ ആഴ്ച നാം പറയാനായിട്ട് തുടങ്ങിയത്. പൊതുവായ കൃപ എന്ന് പറയുന്നത് രക്ഷയുള്ള ബന്ധത്തിലല്ല, ദൈവത്തിന്റെ സൃഷ്ടി എന്ന നിലയിൽ ദൈവം എല്ലാവർക്കും നൽകുന്ന കൃപയാണ് പൊതുവായ കൃപ. എന്നാൽ രക്ഷാകരമായ കൃപ എന്ന് പറയുന്നത് രക്ഷയ്ക്ക് വേണ്ടി ദൈവം മുന്നറിഞ്ഞതായിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേക ദൈവം നൽകുന്ന കൃപയാണ്. ഇവ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അത് ചില വ്യത്യാസങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കൃപയുടെ വ്യാപ്തിയാണ്. രക്ഷാകരമായ കൃപ എല്ലാവർക്കും ലഭ്യമാകുന്നതാണ്, എന്നാൽ പൊതുവായ കൃപ എല്ലാവർക്കും ലഭ്യമാകുന്നതാണ്. എന്നാൽ രക്ഷാകരമായ കൃപ വൃതന്മാർക്ക് മാത്രം ലഭ്യമാകുന്നതാണ്. ദൈവം മുന്നറിഞ്ഞതായിരിക്കും തന്റെ മക്കളെ രക്ഷിക്കുവാനായിട്ട് അവർക്ക് മാത്രം നൽകുന്നതാണ് രക്ഷാകരമായ കൃപ എന്ന് പറയുന്നത്. എന്നാൽ പൊതുവായ കൃപ എല്ലാവർക്കും നൽകുന്നു. അതിന്റെ വ്യാപ്തിയുടെ ഒരു വ്യത്യാസമാണ്. രണ്ടാമത്, കൃപയുടെ പ്രവർത്തന ഫലം എന്ന് പറയുന്നത് രക്ഷാകരമായ കൃപ പാപത്തിന്റെ ശിക്ഷ, കുറ്റം എന്നിവയെ നീക്കി വിശ്വാസിക്ക് പുതുജീവനും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ പ്രായോഗിക തലത്തിൽ വിശുദ്ധിയും നൽകുന്നു. എന്ന് പറഞ്ഞാൽ രക്ഷാകരമായ കൃപ ലഭിക്കുന്നവർക്ക് കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിക്കുവാനും പാപത്തിന്റെ മേൽ വിജയം വരുവാനും പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായിരിക്കുന്ന പ്രവർത്തനം ലഭിക്കാനും ഇവിടെയാകുന്നു. എന്നാൽ പൊതുവായ കൃപ അങ്ങനെ ആന്തരികമായ രൂപാന്തരം വരുത്തുന്നില്ല. പാപത്തിന്റെ ശക്തിയെ തടയുക മാത്രമാണ്. പാപത്തിന്റെ ശിക്ഷയെ മാറ്റിക്കൊടുക്കുന്നില്ല. പാപത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിന് ബാധകമായി വരുന്ന അസാധ്യമായിരിക്കുന്ന നിലയിലെ പാപത്തിന്റെ പ്രവൃത്തികൾ പെരുകുന്നത് പൊതുവായിരിക്കുന്ന കൃപ തടയുന്നുണ്ട്. ആ പൊതുവായ കൃപ ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും ജീവിക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല. എല്ലാ മനുഷ്യരും ഹിറ്റ്ലറെ പോലെ പെരുമാറിയിരുന്നെങ്കിൽ എന്തായിരിക്കും ഫലമെന്ന് പറയുന്നത്? ദൈവത്തിന്റെ പൊതുവായിരിക്കുന്ന കൃപ ആ നിലയിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന പ്രകടനങ്ങളിൽ നിന്ന് പലപ്പോഴും തടയുന്നുണ്ട്. അതാണ് വ്യത്യാസം. എന്നാൽ രക്ഷാകരമായിരിക്കുന്ന കൃപ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് അവന് പാപബോധം വരുത്തി അവനെ കർത്താവിലേക്ക് നടത്തുന്നതാണ്. അത് വലിയ വ്യത്യാസമാണ്. മൂന്നാമത്, കൃപയുടെ പ്രതിരോധ്യതയാണ്. രക്ഷാകരമായിരിക്കുന്ന കൃപ ആത്യന്തികമായി അപ്രതിരോധ്യമാണ്. എന്ന് പറഞ്ഞാൽ രക്ഷാകരമായ കൃപ ദൈവം നൽകിയാൽ അതിനെ എന്നേക്കുമായിട്ട് തടയുവാൻ ആർക്കും കഴിയില്ല. താൽക്കാലികമായിട്ട് തടയുവാനായിട്ട് കഴിയും. എന്നാൽ പൊതുവായ കൃപ അങ്ങനെയല്ല, അത് പ്രതിരോധ്യമാണ്. ഒരു മനുഷ്യന് അതിനെ പ്രതിരോധിക്കുവാനായിട്ട് കഴിയും. അത് എന്ന് മാത്രമല്ല, അത് ഏറെക്കുറെ എല്ലായ്പ്പോഴും മനുഷ്യൻ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവത്തിന്റെ പൊതുവായിരിക്കുന്ന കൃപയെ. പക്ഷെ രക്ഷാകരമായ കൃപയെ അല്പകാലത്തേക്കൊക്കെ പ്രതിരോധിച്ചാലും പരിശുദ്ധാത്മാവിന്റെ കൺവിക്ഷൻ പ്രവർത്തനങ്ങൾക്ക് അവനെ കീഴ്പ്പെട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. നാലാമത് പറയുന്നത് കൃപയുടെ പ്രവർത്തന മണ്ഡലമാണ്. രക്ഷാകരമായ കൃപ ആത്മീക തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ പൊതുവായ കൃപ ബുദ്ധിതലത്തിലും ധാർമ്മിക തലത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. വലിയ വ്യത്യാസമാണ്. രക്ഷാകരമായ കൃപ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് അവന്റെ ആത്മാവിൽ പ്രവർത്തിച്ച് അവന് പാപബോധം കൊടുക്കുകയും അവനെ പുതിയ ജീവിയാക്കി തീർക്കുകയും ചെയ്യുന്നു, അവനെ വീണ്ടും ജനിപ്പിക്കുന്നു. എന്നാൽ പൊതുവായ കൃപ എന്ന് പറയുന്ന മനുഷ്യന്റെ ബുദ്ധിതലത്തിലാണ്. അവനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാന്, അതുപോലെ അവന്റെ വ്യക്തിത്വത്തിന്റെ തലത്തിലൊക്കെയാണ് അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ വലിയ വ്യത്യാസങ്ങള് പ്രവർത്തന മണ്ഡലത്തില് ഉണ്ട്. ഈ കാരണത്താൽ രക്ഷാകരമായ കൃപ ജീവിതത്തിൽ ആത്മീക ഫലങ്ങൾ ഉളവാക്കുമ്പോൾ പൊതുവായ കൃപ ധാർമ്മിക വ്യതിയാനങ്ങൾ മാത്രമേ വരുത്തുന്നുള്ളൂ. ആത്മീക വ്യത്യാസങ്ങളും ധാർമ്മിക വ്യത്യാസങ്ങളും. ഈ ധാർമ്മിക വ്യത്യാസങ്ങൾ ഒരു മനുഷ്യനെ നല്ലവനാക്കിയൊക്കെ തീർക്കും. അങ്ങനെ ലോകത്തിൽ അനേക മനുഷ്യരുണ്ട്. അവർ നല്ല മനുഷ്യരാണ്, മനുഷ്യർക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ അവരാരും രക്ഷിക്കപ്പെട്ടവരല്ല. കാരണം ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന കൃപ അവരിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. ഒരുപക്ഷെ മരണത്തിന് മുമ്പ് പ്രവർത്തിച്ചെന്ന് വരാം. ദൈവത്തിന് നമുക്കറിയില്ല എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ധാർമ്മികമായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വരും. ലോകത്തിലെ രക്ഷിക്കപ്പെടാത്ത ചില ആളുകളൊക്കെ നല്ല മനുഷ്യരുണ്ട്. അവര് സത്യസന്ധരും അതുപോലെ തന്നെ നേരുള്ളവരും മനുഷ്യനെ ഉപകാരപ്രദമായ സൽപ്രവൃത്തികൾ ചെയ്യുന്നവരും ഒക്കെയാണ്. അവരൊക്കെ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് നമ്മൾ സംശയിക്കും. പക്ഷേ അവരോട് ചോദിച്ചാൽ അങ്ങനെ അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിലുള്ള വിശ്വാസമോ അവരുടെ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ചൊന്നുമില്ല. ചിലരൊക്കെ നിരീശ്വരന്മാർ പോലും ആയിരിക്കും അവർക്ക്. പക്ഷെ അവർ നല്ല മനുഷ്യരാണ്, മനുഷ്യർക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും അവർ. അപ്പോ അങ്ങനെ പൊതുവായ കൃപയും രക്ഷാകരമായ കൃപയും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് വളരെ വ്യത്യാസങ്ങളുണ്ട്. അർമേനിയൻ ചിന്താഗതിക്കാര്
ചിന്തയിൽ ഇങ്ങനെ രണ്ടു തരത്തിലുള്ളതായിരിക്കുന്ന കൃപയില്ല. പൊതുവായ കൃപയും രക്ഷാകരമായ കൃപയും എന്നൊരു കൃപയൊന്നുമില്ല. ദൈവം എല്ലാവർക്കും ഒരുപോലെ കൃപ നൽകുന്നു, ആർക്കും പ്രത്യേകം കൃപ നൽകുന്നില്ല എന്നുള്ളതാണ് അവര് ചിന്തിക്കുന്നത്. ദൈവം എല്ലാവരോടും കൃപ കാണിച്ചിരിക്കുന്നു, ആരോടും പ്രത്യേകം കൃപ കാണിക്കുന്നുമില്ല. അതുകൊണ്ട് പൊതുവായി ദൈവം എല്ലാവർക്കും നൽകുന്ന പൊതുവായ കൃപയെ വ്യക്തിപരമായി ഉപയോഗിക്കേണ്ടത് ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ്. അവന് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ അവന് ഉപയോഗിക്കാതിരിക്കാം. ആ കൃപയെ റെസിസ്റ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന കഴിവ് അവൻ എപ്പോഴും ഉണ്ട്. വേണ്ടെന്ന് വെക്കാനും വേണമെന്ന് വെക്കാനുമുള്ള കഴിവ് അവനുണ്ട്. പക്ഷേ അല്ലാതെ ദൈവം രക്ഷയ്ക്ക് വേണ്ടി ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് അർമേനിയൻസ് അവര് അത് പറയുന്നത്. ഡോട്ട് എന്ന് പറഞ്ഞതായിരിക്കുന്ന സ്ഥലത്ത് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് വേണ്ടി ഒരു സുനോദോസ് കൂടി 1618-19 വർഷങ്ങളിലാണ് കൂടിയത്. അങ്ങനെ കൂടിയതിന്റെ ഫലമായിട്ട് അർമേനിയൻകാരുടെ ചിന്താഗതികള് അത് ദുരുപദേശമാണ് എന്ന് ആ കൗൺസിലില് സുനഹദോസില് കൂടി വന്നതായിരിക്കുന്ന സഭാപിതാക്കന്മാരെ പ്രഖ്യാപിച്ചു. അങ്ങനെ അർമീനിയൻകാരുടെ ഈ കൃപയെ സംബന്ധിച്ചുള്ള ഉപദേശം ദുരുപദേശമാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചത് കൊണ്ടൊന്നും അർമീനിയൻകാരുടെ ഉപദേശത്തെ കൈവിട്ടൊന്നുമില്ല, അവരൊന്നും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ദുരുപദേശമാണ് എന്ന പ്രഖ്യാപനം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ്. ഈ പൊതുവായ കൃപയും ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് ഉള്ള ചർച്ച വളരെ നടന്നിട്ടുണ്ട്. അർമേനിയൻസ് പറയുമ്പോൾ അങ്ങനെ പൊതുവായ കൃപ എന്നൊരു ഒരു ഒരു നാമകരണമൊന്നും അവർക്കില്ല. അവർക്ക് ദൈവം എല്ലാ മനുഷ്യരോടും ഒരുപോലെ കൃപ കാണിക്കുന്നു, അതിനെ പൊതുവായ കൃപ എന്ന് വേണമെങ്കിൽ പറഞ്ഞു. പക്ഷേ രക്ഷാകരമായ കൃപയൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ പൊതുവായ കൃപ എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ അവർ ചോദിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയും ഈ പൊതുവായ കൃപയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ദൈവത്തോട് മറുതലിച്ച് നിത്യശിക്ഷയ്ക്ക് യോഗ്യനായ മനുഷ്യനോട് ഒരു പാപപരിഹാര ബലിയുടെ അടിസ്ഥാനത്തിലല്ലാതെ ദൈവത്തിന് എങ്ങനെ കൃപ കാണിക്കുവാൻ കഴിയും എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ദൈവത്തോട് മത്സരിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് പൊതുവായതോ പ്രത്യേകമായതോ എങ്ങനെയായാലും കൃപ കാണിക്കണമെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ബലിയുടെ അടിസ്ഥാനത്തിലല്ലാതെ അതിന് കഴിയുകയില്ല എന്ന് ആളുകൾ പറയാറുണ്ട്. അർമേനിയൻകാരുടെ ചോദ്യവും ഉത്തരവുമാണ്. എന്നാൽ റിഫോംഡ് ഫെയ്ത്ത് നവീകരണ വേദശാസ്ത്രികൾ അതിനെ ആ നിലയിൽ ചിന്തിക്കുന്നില്ല. ഡോക്ടർ ഏബ്രഹാം കൈപ്പർ എന്ന് പറയുന്നതായിരിക്കുന്ന ആള് നെതർലൻഡ്സിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹം ഒരു വലിയ വേദശാസ്ത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കർത്താവിന്റെ രക്ഷാകരമായിരിക്കുന്ന പ്രവർത്തനവുമായിട്ട് ഈ പുതിയ പൊതുവിലുള്ള കൃപയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. അതിന് കാരണം അദ്ദേഹം പറഞ്ഞത് പാപമോ പാപത്തെക്കുറിച്ചുള്ള ബോധ്യമോ യേശുക്രിസ്തുവിന്റെ കാൽവരി ബലിയിലുള്ള വിശ്വാസമോ ഒന്നും ഈ പൊതുവായ രക്ഷയുടെ പ്രവർത്തന മണ്ഡലത്തിൽ വരുന്നില്ല. അത് മനുഷ്യന്റെ ഈ ഭൂമിയിലുള്ള നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന പൊതുവായ ഒരു കൃപയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവിന്റെ കാൽവരി ബലിയുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ടതായിരിക്കുന്ന യാതൊരു ആവശ്യവുമില്ല. അദ്ദേഹം പറഞ്ഞത് സൃഷ്ടിയുടെ പരിപാലനം എന്ന ഒരു വിഷയത്തിൽ മാത്രമാണ് പൊതുവായിരിക്കുന്ന കൃപ വരുന്നത്. എന്നാൽ അത് പ്രത്യേകമായിരിക്കുന്ന കൃപ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ രക്ഷയുള്ള ബന്ധത്തിലാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവം മുന്നറിഞ്ഞവരെ വിളിക്കുകയും അവരെ നീതീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനുള്ള ബന്ധത്തിലാണ് അത് പ്രസക്തമായിരിക്കുന്നത്. അപ്പോൾ സൃഷ്ടിയിലെ ദൈവിക അനുഗ്രഹങ്ങള് പാപത്താൽ ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് വിധേയനായ മനുഷ്യനെ എങ്ങനെ തുടർന്ന് നൽകിക്കൊണ്ടിരിക്കുവാൻ സാധിക്കുമെന്ന ചോദ്യത്തിന് പറയുന്ന ഉത്തരവെന്ന് പറയുന്നത് അത് മനുഷ്യന്റെ നിലനിൽപ്പിനോടുള്ള ബന്ധത്തിൽ മാത്രം നൽകപ്പെടുന്ന കൃപയായതുകൊണ്ട് അതിനെ ആ നിലയിൽ നാം ചിന്തിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. പൊതുവായ കൃപ ഭാവിക്ക് നൽകുവാൻ ദൈവത്തിന്റെ നീതി നിർവഹണപരമായിരിക്കുന്ന ഒരടിസ്ഥാനം ഒരുപക്ഷെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം. കാരണം മനുഷ്യൻ പാപിയാണ്, അതുകൊണ്ട് അവന്റെ പാപത്തെ ശിക്ഷിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു ഇഷ്യൂ ഈ പൊതുവായ കൃപയിൽ വരുന്നില്ല. പാപിയായ മനുഷ്യനാണെങ്കിലും അവൻ എങ്ങനെ ഈ ലോകത്തിൽ ജീവിച്ചു പോകാം, അവന് സ്വാഭാവികമായി ദൈവം നൽകിയിരിക്കുന്നതായിരിക്കുന്ന കഴിവുകൾ എങ്ങനെ അവനെ ഉപയോഗിക്കാം, ആ കഴിവുകൾ ഉപയോഗിച്ച് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ശാസ്ത്രീയവും കലാപരവും ഒക്കെ ആയിട്ടുള്ളതായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളും കഴിവുകളും ഒക്കെ അവനെ എങ്ങനെ ഉപയോഗിക്കാം എന്നത് സംബന്ധിച്ച് മാത്രമാണ് ഈ പൊതുവായിരിക്കുന്ന രക്ഷ. അതുകൊണ്ട് അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ബലിയുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ടതായിരിക്കുന്ന ഒരാവശ്യം ഒരിക്കലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പിൻ പ്രകാരം ദൈവം ഒരു ജനതയെ ഒരുക്കുമ്പോൾ അവരുമായി ജനനം കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ബന്ധപ്പെട്ടവരായിരിക്കുന്ന അവിശ്വാസികളുണ്ട്. അങ്ങനെയുള്ള അവിശ്വാസികൾക്ക് രക്ഷാസംബന്ധം അല്ലാത്തതായിരിക്കുന്ന പൊതുവായ അനുഗ്രഹങ്ങൾ അവന് പങ്കാളികളാകുന്നത് തികഞ്ഞ ന്യായമാണ്.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിന്റെ വംശത്തിൽ രക്ഷിക്കപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇസ്മായിലുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാല് അബ്രഹാമിനെ ദൈവം വിളിച്ചത് ഇസ്മായിലിനെ അല്ല വിളിച്ചത്, എങ്കിലും അബ്രഹാമിനെ ദൈവം വിളിച്ചു എന്നുള്ളത് കൊണ്ട് അബ്രഹാമിന്റെ സന്തതിയായി ജനിച്ചതായിരിക്കുന്ന ഇസ്മായിലിനും ദൈവം പല അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. മറ്റു ജാതികൾക്ക് ഇല്ലാത്തതായിരിക്കുന്ന പല അനുഗ്രഹങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. അത് രക്ഷാകരമായ കൃപയുമായി ബന്ധപ്പെട്ടതല്ല. അതുപോലെ ഇന്നും അങ്ങനെയാണ്. ഒരു വീട്ടിലെ അപ്പൻ രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു മക്കളാരും രക്ഷിക്കപ്പെടുന്നില്ല, ഈ ഭാര്യയും അമ്മയും രക്ഷിക്കപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ പോലും അപ്പൻ രക്ഷിക്കപ്പെടുന്നത് കൊണ്ട് ആ കുടുംബത്തിന് ഒരുപാട് നന്മകൾ വരുന്നുണ്ട്. ധാർമ്മിക നിയമങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ്, ഒരു ദൈവഭയം നമ്മൾ പൊതുവെ പറയാറുണ്ട്, ശുചിത്വത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു അറിവ്, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അവർക്ക് വരുന്നുണ്ട്. അതൊക്കെ ഈ രക്ഷാകരമായിരിക്കുന്ന ദൈവകൃപ അനുഭവിച്ചതായിരിക്കുന്ന ഒരു പിതാവിൽ നിന്നും പിതാവിനെ ചുറ്റിപ്പറ്റി ലഭിക്കുന്നതായിരിക്കുന്ന പൊതുവായ കൃപയുടെ ഭാഗങ്ങളാണ്. അത് രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തപ്പോൾ അങ്ങനെയാണ്. എല്ലാ ഇസ്രായേലും രക്ഷിക്കപ്പെട്ടവരല്ലല്ലോ. അബ്രഹാമിന്റെ സന്തതികൾ എല്ലാവരും അല്ല, വാഗ്ദത്ത പ്രകാരമുള്ള സന്തതി മാത്രമേ ഉള്ളൂ. എന്നാൽ യഹൂദൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന ജാതി, ഉദാഹരണമായിട്ട് ഇന്ന് ലോകത്തുള്ളതായിരിക്കുന്ന ജാതികളിലും വർഗങ്ങളിലും ബുദ്ധി കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും ഏറ്റവും ഉന്നതമായിരിക്കുന്ന സ്ഥാനത്താണ് യഹൂദന്മാർ നിൽക്കുന്നത്. ഇന്ന് ഉള്ളതായിരിക്കുന്ന യഹൂദന്മാരിൽ ഒരു വലിയ പക്ഷം നിരീശ്വരന്മാരാണെന്നാണ് പറയുന്നത്. എങ്കിലും അവര് അബ്രഹാമിന്റെ സന്തതികൾ എന്ന പൊതുവായിരിക്കുന്ന ആ പ്രയോഗത്തിൽ ബന്ധത്തിന്റെ കീഴെ വരുന്നവരായതുകൊണ്ട് അവർക്ക് പല അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്. ബുദ്ധിപരമായ അനുഗ്രഹങ്ങൾ. നോബൽ പ്രൈസ് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ യഹൂദന്റെ പശ്ചാത്തലത്തിലുള്ള ആളുകൾക്കാണ്. അതൊക്കെ ഈ അവരുടെ അബ്രഹാമിനെ ദൈവം വിളിച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ലഭിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണമായി യൂറോപ്പിനെ നോക്കുക. ഒരു കാലത്ത് യൂറോപ്പിലെ ആളുകൾ ധാരാളം ക്രിസ്ത്യാനികളായി രക്ഷിക്കപ്പെട്ടവരായിരുന്നു. യൂറോപ്പിലാണല്ലോ ലോകത്തിലെ രക്ഷയുടെ സന്ദേശം ഇസ്രയേലും മറ്റുമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നവീകരണത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. നവീകരണ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂറോപ്പിൽ നിന്നാണ് രക്ഷപ്പെട്ടു വരുന്നത്. നവീകരണത്തിന്റെ കൊടുങ്കാറ്റൊക്കെ ആസിയയിലേക്കൊക്കെ അടിക്കുന്നത്, അല്ലെങ്കിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്ക് അടിക്കുന്നതൊക്കെ പിന്നാലെയാണ്. അങ്ങനെ യൂറോപ്പിലേക്ക് നവീകരണത്തിന്റെ കാറ്റ് വന്നതുകൊണ്ട് എന്തോ ഒരു വ്യത്യാസമാണ് യൂറോപ്പിൽ വന്നത്. ശാസ്ത്രീയമായും അതുപോലെ സാമ്പത്തികമായും സാംസ്കാരികമായും മറ്റ് ഏത് ജനതയേക്കാൾ കൂടുതൽ മുന്നിൽ യൂറോപ്പ് വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ സത്യം അംഗീകരിച്ചതായിരിക്കുന്ന, ദൈവം തെരഞ്ഞെടുത്തതായിരിക്കുന്ന ധാരാളം ആളുകൾ യൂറോപ്പിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. ചില കുടുംബങ്ങളിൽ തന്നെ കുടുംബമായിട്ട് രക്ഷിക്കപ്പെട്ടത് കൊണ്ട് എന്ത് സംഭവിച്ചു? ആ കുടുംബങ്ങൾ രക്ഷിക്കപ്പെടാത്തവരായിരിക്കുന്ന ആളുകൾക്കും ദൈവത്തിന്റെ പൊതുവായ കൃപയുടെ നന്മകൾ അനുഭവിക്കുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് ഈ രക്ഷണീയ കൃപ അത് ദൈവം മുന്നറിഞ്ഞവർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് വന്നാലും രക്ഷണീയ കൃപയുടെ സന്ദേശം സ്വീകരിച്ചതായിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള കുടുംബങ്ങളിലും സമൂഹങ്ങളിലും മറ്റ് നന്മകൾ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കുവാനായിട്ട് കഴിയുകയില്ല. ശാപവും മരണവും ഒഴികെ സ്വാഭാവിക മനുഷ്യൻ അനുഭവിക്കുന്നതൊക്കെയും യേശു ക്രിസ്തുവിന്റെ രക്ഷണ്യവേലയുടെ നേരിട്ടല്ലാത്തതായിരിക്കുന്ന ഫലങ്ങൾ മുഖാന്തരമാണ് എന്ന് ബെർക്കോഫ് തന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശാപവും മരണവും ഒഴികെ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ നന്മകളും ഈ രക്ഷണ്യ വേലയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നേരിട്ടുള്ള ഫലമല്ല, എന്നാൽ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ദൈവം രക്ഷയ്ക്ക് വേണ്ടി ഒരാളെ തിരഞ്ഞെടുത്തപ്പോ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒരുപാട് നന്മകൾ വരും. ഒരുപാട് നന്മകൾ. ആ നന്മകൾക്ക് പങ്കാളികളാകുന്ന, ഇപ്പൊ ഉദാഹരണമായി പറഞ്ഞ ഒരു അപ്പന് 4 മക്കളുണ്ട്. അവർ 2 പേര് രക്ഷിക്കപ്പെട്ടവരും 2 പേര് രക്ഷിക്കപ്പെടാത്തവരുമാണ്. ഈ രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കിട്ടുന്നത്. ഈ രക്ഷിക്കപ്പെടാത്ത മക്കളും അപ്പന് ദൈവം നൽകുന്നതായിരിക്കുന്ന അനുഗ്രഹത്തിന് പങ്കാളികളായി തീരുന്നുണ്ട്. അവർക്കും അതിൻ്റെതായിരിക്കുന്ന ഒരു ഗുണമുണ്ട്. പറയില്ലേ, നമ്മളെ മുല്ലപ്പൂമ്പൊഴി ഏറ്റുകിടക്കുന്ന കല്ലിന് കൊണ്ടൊരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ രക്ഷണ്യ വേലയുടെ പരിധിയിൽ അത് വരുന്നവരല്ല ഡയറക്റ്റ് ആയിട്ട്, എങ്കിൽ തന്നെയും ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് അവർക്ക് അതിൻ്റെതായിരിക്കുന്ന ചില നന്മകൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് നിഷേധിക്കുവാനായിട്ട് കഴിയില്ല. അപ്പോ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് ചോദിച്ചാൽ ഒരു ബന്ധമില്ല, ഡയറക്റ്റ് ബന്ധമില്ല. പക്ഷെ ഇൻഡയറക്റ്റ് ബന്ധമുണ്ട്. ചില നന്മകൾ അതിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ള സംശയമില്ല. ഇപ്പോ സുവിശേഷം കടന്നു ചെന്ന് ഒരുപാട് ആൾ രക്ഷിക്കപ്പെടാത്തതായിരിക്കുന്ന ഭൂഖണ്ഡങ്ങളുണ്ട്. അങ്ങനെയുള്ള ഭൂഖണ്ഡങ്ങളിലെ ആളുകളെ നോക്കിക്കേ, അവരെന്തോ ഒരു അധോകൃതിയിലാണ് അവർ വസിക്കുന്നത്. അവർക്ക് ഒരു വെളിച്ചമില്ല. പൊതുവെ ഒരു ഇരുട്ടാണ് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ. ധാർമ്മികമായ ഇരുട്ട് അവിടെ വളരെയധികമാണ്. സാമ്പത്തികമായ ഇരുട്ട് വളരെയധികമാണ്. വിദ്യാഭ്യാസപരമായി വെളിച്ചം അവർക്ക് കിട്ടിയിട്ടില്ല. കാരണം സുവിശേഷത്തിന്റെ വെളിച്ചം ആ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഡേവിഡ് ന്യൂഷൻ ആഫ്രിക്കയിലേക്ക് ചെന്നപ്പോഴാണ് വാസ്തവത്തില് അന്ധകാര യുഗത്തിലെ വിളക്ക് കത്തിച്ചത്. അതിന്റെ ഫലമായിട്ട് അവർക്ക് എന്തോ ഒരു വ്യത്യാസം ഉണ്ടായി. നരഭോജികളായിരിക്കുന്ന ആളുകളെ ഇന്ന് നരഭോജികൾ ആഫ്രിക്കയിൽ ഇല്ലെന്ന് പറയാം. അവർക്ക് നരസ്നേഹികളായ മനുഷ്യരായിട്ട് തീർന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ
സുവിശേഷത്തിന്റെ വെളിച്ചം ചെന്നു. പക്ഷെ അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്നല്ല. ആഫ്രിക്കയിലുള്ള എല്ലാവരെയും ദൈവം തന്നെ പ്രത്യേകമായിരിക്കുന്ന രക്ഷണ്യ കൃപ കൊണ്ട് ആകർഷിച്ചു എന്നല്ല. എന്നാൽ രക്ഷണ്യ കൃപ ആ നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ അതോടൊപ്പം തന്നെ ദൈവത്തിന് പൊതുവായിരിക്കുന്ന കൃപയുടെ പ്രവർത്തനവും അവിടെ വർദ്ധിച്ചു എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ പൊതുവായ കൃപയും രക്ഷാകരമായ കൃപയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. രക്ഷാകരമായ കൃപയും പൊതുവായ കൃപയും തമ്മിലുള്ള വ്യത്യാസം കേവലം അളവിൽ മാത്രം ഉള്ളതാണെന്ന് അർമീനിയക്കാർ പറയുന്നു. ആ വ്യത്യാസമൊക്കെ അളവിൽ മാത്രമേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഇവ തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം അവർ കാണുന്നില്ല. രണ്ടും രക്ഷയോട് ബന്ധപ്പെട്ടതാണെന്ന് അവർ പറയും. അവരങ്ങനെ രക്ഷാകരമായ കൃപയിൽ വിശ്വസിക്കുന്നവരല്ല. അങ്ങനെ വിശ്വസിക്കുന്നവരായ ആളുകൾ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയാ അതൊക്കെ ഒരു കാര്യമായ വ്യത്യാസമൊന്നുമില്ല അത് എന്നവർ പറയും. കാരണം ദൈവം മനുഷ്യനെ രക്ഷിക്കുന്നതിൽ ഇത് രണ്ടും ഉപയോഗിക്കുന്നെന്ന് അവർ പറയും. ആദ്യത്തേത് ഭാവിക്ക് വിശ്വാസവും മാനസാന്തരവും സാധ്യമാക്കി തീർക്കുന്നു, അതായത് പൊതുവായത്. എന്നാൽ രക്ഷാകരമായിരിക്കുന്ന കൃപയാണ് അത് അവനെ പാപബോധം വന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനായിട്ട് അവനെ ഇടയാക്കുന്നതെന്നൊക്കെ അവർ പറയും. പക്ഷേ ഒരു മനുഷ്യന്റെ രക്ഷയിലേക്ക് നടത്തുന്നത് രക്ഷാകരമായ കൃപ മാത്രമാണ്, മറ്റേ കൃപയല്ല. രക്ഷാകരമായ കൃപയെ നിരസിക്കുവാനായിട്ട് കഴിയുകയില്ല, പക്ഷേ പൊതുവായ കൃപയെ നിരസിക്കുവാനായിട്ട് കഴിയും. അത് രക്ഷാകരമായ കൃപ അത് തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധാത്മാവിൽ നൽകപ്പെടുന്നതാണ്. അത് അതിന്റെ പ്രവൃത്തി ചെയ്തിട്ടേ അടങ്ങുകയുള്ളൂ. കാരണം അത് രക്ഷയ്ക്ക് വേണ്ടി ആളുകളെ മുന്നറിഞ്ഞവരെ വിളിക്കും, വിളിച്ചവരെ നീതീകരിച്ചവരെ വിശുദ്ധീകരിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യും. അത് രക്ഷണ്യ കൃപയുടെ പ്രവർത്തനമാണ്. പൊതുവായ കൃപ എന്ന് പറയുന്നത് അങ്ങനെയല്ല, അങ്ങനെ ഒരു പ്രവർത്തന മണ്ഡലം അതിനില്ല. അതുകൊണ്ട് നവീകരണ വേദശാസ്ത്രികള് ഈ പൊതുവായ കൃപയും രക്ഷാകരമായ കൃപയും രണ്ടും ഒന്നാണ്, രണ്ടും ഒന്നാണ്, അളവിലുള്ള വ്യത്യാസമേ ഉള്ളൂ, ഗുണത്തിലുള്ള വ്യത്യാസമില്ലെന്ന് പറയുന്നതായിരിക്കുന്ന ആശയത്തെ ശക്തമായി അവരെ എതിർക്കുന്നവരാണ് നവീകരണ വേദശാസ്ത്രികൾ. രക്ഷാകരമായ കൃപയും പൊതുവായ കൃപയും തമ്മിലുള്ള വ്യത്യാസം അളവിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പിന്നെയോ അടിസ്ഥാനപരമായതാണെന്ന് റിഫോംഡ് നവീകരണ വേദശാസ്ത്രികൾ പറയും. അത് പ്രകൃത്യാതീതവും ആത്മീയവുമാണ്. പൊതുവായ നന്മയെന്ന് പറയുന്നത് എത്രമാത്രം നൽകിയാലും ഒരു ഭാവി രക്ഷിക്കപ്പെടുകയില്ല. പൊതുവായ നന്മ ഒരു മനുഷ്യന് എത്ര കിട്ടിയാലും അവനൊരു നല്ല മനുഷ്യനായി തീരും, അവനുള്ള സ്വാഭാവിക കഴിവുകൾ കൂടുതൽ പ്രകാശിപ്പിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷെ അവൻ ഒരിക്കലും ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിലായി തീരുകയില്ല. അതിന് ദൈവത്തിന്റെ രക്ഷാകരമായിരിക്കുന്ന കൃപ തന്നെ അവന് കൊടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് രക്ഷാകരമായ കൃപയോ പൊതുവായ കൃപയോ ഇവയിൽ ഏതാണ് പ്രാഥമികം എന്ന് ചോദിച്ചാല് ഒരു സമയബന്ധിതമായിരിക്കുന്ന ക്രമമൊന്നും അതിന് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. എന്നാൽ യുക്തികരമായിരിക്കുന്ന ഒരു ക്രമമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. യുക്തിപരമായിട്ട് ഏതാണ് മുന്നിലെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ പാപത്തിൽ വീണതോടെ ഇരുതലത്തിലുമുള്ള ദൈവകൃപ വ്യാപരിക്കുവാൻ ആരംഭിച്ചു. യുക്തിപരമായി പറഞ്ഞാൽ പൊതുവായ കൃപ അതിന്റെ പ്രവർത്തനത്തിൽ രക്ഷാകരമായ കൃപയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് കൊണ്ട് രക്ഷാകരമായ കൃപയാണ് ആദ്യം എന്ന് വേണം പറയാൻ. കാരണം പൊതുവായ കൃപയ്ക്ക് വിധേയപ്പെട്ടല്ല രക്ഷാകരമായ കൃപ ഓപ്പറേറ്റ് ചെയ്യുന്നത്, മറിച്ചാണ്. അതുകൊണ്ട് രക്ഷാകരമായ കൃപയാണ് ലോജിക്കലി അതിലെ ഒന്നാമത് വരുന്നത് എന്ന് നമുക്ക് പറയണം. എന്നാൽ പൊതുവായ കൃപയ്ക്ക് സ്വതന്ത്രമായ ഒരു ലക്ഷ്യമുണ്ടോ എന്ന് ചിലര് ചോദിക്കാറുണ്ട്. അതൊരു നല്ല ചോദ്യമാണ്. പൊതുവായ കൃപ രക്ഷാകരമായ കൃപയ്ക്ക് വിധേയപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. എന്നിരിക്കലും പ്രകൃതി ശക്തികളെ കീഴ്പ്പെടുത്തി പ്രയോജനപ്പെടുത്തുന്നതും മനുഷ്യരിൽ അന്തർലീനമായ സ്വാഭാവിക കഴിവുകളെ വികസിപ്പിക്കുന്നതും തദ്വാര സൃഷ്ടിതാവായ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് പൊതുവായ കൃപയുടെ സ്വതന്ത്രമായ ലക്ഷ്യമാണ്. ആകാശത്തേക്ക് നോക്കിയിട്ട് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് പൊതുവായ കൃപയാൽ മനുഷ്യനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ആകാശത്തേക്ക് നോക്കിയിട്ട് ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എനിക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, ഞാൻ എന്റെ പാപത്തെക്കുറിച്ച് അനുദപിച്ച കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് എനിക്ക് രക്ഷിക്കപ്പെടാം എന്നുള്ളതായിരിക്കുന്ന സന്ദേശം പ്രത്യേകമായ രക്ഷാകര കൃപ ലഭിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കുവാനായിട്ട് കഴിയൂ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകലിനെ വാക്കുപഴിക്കുന്നു എന്നൊക്കെ ശരിയാണെങ്കിലും അതുകൊണ്ടൊന്നും ഒരു ആത്മാവിന്റെ രക്ഷയ്ക്ക് പര്യാപ്തമായിരിക്കുന്ന സന്ദേശം ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയില്ല. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ സുവിശേഷത്തിന്റെ സന്ദേശം ഗ്രഹിച്ച് അത് ജീവിതത്തിലെ പരിവർത്തനം വരുത്തണം. അതിന് പ്രത്യേകമായിരിക്കുന്ന കൃപ ആവശ്യമാണ്. അപ്പോൾ ഇത് തമ്മിലെ ഒക്കെ ഈ വ്യത്യാസങ്ങൾ വളരെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ്. അതൊക്കെ നാം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ പ്രയോജനമാണ്. കാരണം അർമീനിയൻ ചിന്താഗതിക്കാരുള്ളവര് നമ്മൾ ദൈവത്തിന്റെ കൃപ കൂടാതെ ഒക്കില്ലെന്ന് പറയുമ്പോൾ എന്ത് ദൈവത്തിന്റെ കൃപ, എല്ലാവർക്കും കൃപയുണ്ട്, ആർക്കും ദൈവം പ്രത്യേകമായി കൃപ തരുന്നില്ല എന്നായിരിക്കും അവരുടെ പ്രതികരണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കൃപയൊന്നും ഇല്ല എന്ന് അവർ പറയും. അങ്ങനെയുള്ള കൃപയൊന്നും ഇല്ല, എല്ലാവർക്കും ഒരേ കൃപയേ ഉള്ളൂ, ലോകത്തിലുള്ള എല്ലാവർക്കും. അതോ രക്ഷിക്കപ്പെട്ട് പാപം ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവം ആരെയും പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടില്ല, രക്ഷ എന്നൊക്കെ പറയുന്ന അവനവന്റെ ചോയ്സാണ് എന്നൊക്കെ അവർ പറയുമ്പോൾ അത് കുറച്ചുകൂടെ സ്വീകാര്യമായ ആളുകൾക്ക് തോന്നാറുണ്ട്.
ദൈവം തിരഞ്ഞെടുത്തവർക്ക് രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് പറയുമ്പോൾ മനുഷ്യന്റെ പ്രാധാന്യം അങ്ങ് കുറയുകയല്ലേ? ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യമല്ലേ വലുത്? അത് സ്വാഭാവിക മനുഷ്യന് സ്വീകാര്യമായിരിക്കുന്ന ഒരു ആശയമല്ല. ഞാൻ എന്ന എന്റെ സ്വത്വത്തിന് സ്വീകാര്യമായിരിക്കുന്ന ഒന്നല്ല, എനിക്ക് എന്റെ കാര്യം നിശ്ചയിക്കാൻ കഴിയുകയില്ല എന്നുള്ളതായിരിക്കുന്ന ആശയം. അപ്പോ നവീകരണ വേദശാസ്ത്രികൾ പറയുന്നത് എന്റെ രക്ഷയെ സംബന്ധിച്ച് എനിക്കൊരു തീരുമാനം എടുക്കുവാനായിട്ട് കഴിയില്ല. ഞാൻ വിശ്വസിക്കണമെന്ന് പറയുന്നത് ശരിയാണ്, ഞാൻ വിശ്വസിക്കാതെ രക്ഷിക്കപ്പെടുകയില്ല. പക്ഷെ എനിക്ക് വിശ്വസിക്കാനുള്ള കൃപ ദൈവം തരുന്നതാണ്. ആ കൃപ കൂടാതെ എനിക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുകയില്ല. എനിക്ക് പാപബോധം വേണമെങ്കിൽ അത് ദൈവകൃപ ആവശ്യമാണ്. എനിക്കാണ് പാപബോധം വരുന്നത് ശരിയാണെങ്കിലും ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന കൃപ എന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത് എനിക്ക് വരുന്നത്. അപ്പോ അർമേനിയൻ ചിന്താഗതിക്കാർക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന വിഷയങ്ങളൊന്നുമില്ല. പറയും അങ്ങനെ ഒരു പ്രവർത്തനവും ഇല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും ഇല്ല, പ്രത്യേകിച്ച് കൃപയൊന്നുമില്ല. ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? കാൽവരിയിലെ ക്രൂശിൽ ഒരു യാഗം കഴിച്ചു എന്ന് മനുഷ്യർ പറഞ്ഞു. വേണ്ട വിശ്വസിക്കണ്ട, വേണ്ടാത്തും വിശ്വസിക്കണ്ട. അമ്മ 5 കിലോ അരിയുടെ ചോറുണ്ടാക്കി വെച്ചു, ഒരു കറി ഉണ്ടാക്കി വെച്ചു. വീട്ടിൽ വരുന്നവർ വേണ്ടവർ പോയി എടുത്തു തിന്നണം, ആർക്കും പ്രത്യേകം വിളമ്പി കൊടുക്കുകയൊന്നുമില്ല. വിശപ്പുണ്ട്, ആവശ്യബോധം ഉള്ളവൻ പോയി എടുത്ത് തിന്നുക, അല്ലാതെ ഞാൻ ആർക്കും പ്രത്യേകം വിളമ്പി കൊടുക്കുകയില്ല. അത് ആർക്കു വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതല്ല, വിശക്കുന്ന ആര് വന്നാലും അവർക്ക് എടുത്ത് കഴിക്കാൻ എന്ന് പറയുന്നത് പോലെ ഒരു ആശയമാണ് അവർക്ക് ഈ രക്ഷയുടെ ആശയം എന്ന് പറയുന്നത്. മറ്റേത് അങ്ങനെയല്ല. ദൈവം വിളിച്ചവരെ ദൈവം നീതീകരിക്കുന്നതായിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ദൈവം തിരഞ്ഞെടുത്തവരെ വിളിക്കുകയും വിളിച്ചവരെ നീതീകരിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രത്യേക കൃപയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോ അത് ഈ അർമേനിയൻ ചിന്താഗതിക്കാർക്ക് ഒട്ടും സ്വീകാര്യമായ ഒന്നല്ല. എന്നാൽ സത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന തിരഞ്ഞെടുപ്പും കൃപയും കൂടാതെ ഒരു മനുഷ്യനും അവനെ രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ള സത്യമാണ്. അപ്പോൾ ആ സത്യത്തെ നാം മുറുകെ പിടിക്കുകയും അത് നാം പ്രസംഗിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇനിയും പൊതുവായ കൃപയുടെ വ്യാപാര മുഖാന്തരങ്ങളെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അതായത് മീൻസ് ഓഫ് ഓപ്പറേഷൻ. ഈ പൊതുവായ കൃപ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചാൽ, ഒന്നാമത് അതേക്കൂടി പറയുന്നത് ദൈവത്തിന്റെ വെളിപ്പാട് അതിലുണ്ട്. ദൈവത്തിന്റെ പ്രകൃതിയിൽ ഒരു വെളിപ്പാടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അത് ദൈവത്തിന്റെ പൊതുവായ കൃപയാണ്. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതായിരിക്കുന്ന മനുഷ്യന് പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ, ദൈവത്തിന്റെ സൃഷ്ടിയിലേക്ക് നോക്കുമ്പോൾ അവന് മനസ്സിലാകുന്ന ചില സത്യങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, സൃഷ്ടാവായ ഒരു ദൈവം ഉണ്ടെന്നും ആ സൃഷ്ടാവ് വളരെ മഹത്വവാനാണെന്നും പവർഫുൾ ആണെന്നും സർവശക്തനാണെന്നും ഒക്കെ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് മനസ്സിലാക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന വെളിപ്പാട് ഈ പ്രകൃതിയിൽ തന്നെ ദൈവം വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവായിരിക്കുന്ന കൃപയുടെ വ്യാപാര മുഖാന്തരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഒന്നാമത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവത്തെ നോക്കുന്ന ഒരു മനുഷ്യനും ദൈവത്തെ സംബന്ധിച്ച് അജ്ഞനായിരിക്കുവാൻ കാര്യമില്ല. വെളിപ്പാട് പുസ്തകത്തിലൊക്കെ അത് പറയുന്നുണ്ട്. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ദൈവം അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ദൈവം ഉണ്ടാക്കിയതാണെന്നും തന്നെ ഉണ്ടായതല്ല എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം, മനുഷ്യരുടെ സൃഷ്ടിയാണെന്നും സൃഷ്ടിക്ക് വലിയൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങള് ഈ പ്രപഞ്ചത്തിൽ നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കുവാനുള്ളതായിരിക്കുന്ന പൊതുവായ കൃപ ദൈവം മനുഷ്യനെ വീണുപോയതായിരിക്കുന്ന മനുഷ്യനെ നൽകിയിട്ടുണ്ട്. രണ്ടാമത് പൊതുവായ കൃപയുടെ ഓപ്പറേഷനുള്ള ഒരു മുഖാന്തരം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഭരണകൂടങ്ങളാണ്. ഈ ഭരണകൂടങ്ങളെല്ലാം കൃപയുടെ മുഖാന്തരങ്ങളും അതേസമയം തന്നെ അതിന്റെ ഫലങ്ങളുമാണ്. സാമൂഹ്യ ജീവിതം സാവധാനതയും സ്വസ്ഥതയും ഉള്ളതാകുവാനായിട്ട് ദൈവം ഭരണകൂടങ്ങളെ നിയമിച്ചിരിക്കുന്നു. ക്രൂരന്മാരായിരിക്കുന്ന നീറോ ചക്രവർത്തി ആണെങ്കിലും റോമ സാമ്രാജ്യത്തിലെ സമാധാനം നിലനിർത്തണമെങ്കിൽ അങ്ങനെയുള്ള ഭരണകൂടങ്ങൾ വേണം. അതുകൊണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷക്കാരായിട്ട് ദൈവം അങ്ങനെയുള്ള ഭരണകൂടങ്ങളെ വെച്ചിരിക്കുകയാണെന്നാണ് റോമാലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നത്. ദൈവം തന്റെ ശിക്ഷയ്ക്കുള്ളതായിരിക്കുന്ന വാൾ അവരുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? മനുഷ്യ ജീവിതത്തെ അസഹനീയമാക്കുന്നതായിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവരെ ശിക്ഷിക്കുവാനുള്ളതായിരിക്കുന്ന വാളാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അത് ദൈവത്തിന്റെ പൊതുവായ കൃപയുടെ ഒരു പ്രവർത്തനമാണ്. കാരണം എങ്കിൽ മാത്രമേ മനുഷ്യൻ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നോക്ക്, നമ്മുടെ കേരളത്തിലായാലും ശരി, കേരളത്തിൽ ഭരിക്കുന്നതായിരിക്കുന്ന ആളുകൾ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരു പോലീസുണ്ട്, ഇവിടെ ജുഡീഷ്യറി ഉണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മളൊക്കെ കഴിഞ്ഞുകൂടി പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ കള്ളന്മാർ വിഹരിക്കുകയില്ലേ? അവരെ എന്ത് ചെയ്യില്ലേ? സാധാരണക്കാരായ ആളുകൾക്ക് ഇവിടെ നിലനിൽക്കാൻ ഒക്കും. അപ്പോ ഒരു ഗവൺമെന്റിനെ ദൈവം സ്ഥാപിച്ചു എന്ന് പറയുന്നത് ദൈവത്തിന്റെ പൊതുവായിരിക്കുന്ന കൃപയുടെ ഒരു പ്രകടനമാണ്. അതാണ് റോമാലേഖനം 11-ാം അധ്യായത്തിലൊക്കെ പറയുന്നത്. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരങ്ങളുമില്ല, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വ്യവസ്ഥയോടെ മറുതലിക്കാൻ മനുഷ്യർക്ക് അധികാരം കൊടുത്തിട്ടില്ല. വിശ്വാസികൾക്കുമില്ല, അവിശ്വാസികൾക്കുമില്ല. കാരണം ദൈവത്തിന്റെ അധികാരം നടത്തുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന ഗവൺമെന്റുകളാണ്. ആ ഗവൺമെന്റുകളെ അനുസരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. തിമോഥെയോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ അധികാരസ്ഥന്മാർക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും അഭയാചന കഴിക്കുകയും ചെയ്യണം. കാരണം എന്താണ്?
ഈ പൊതുവായ കൃപയാണ് സമൂഹത്തെ ജീവിക്കുവാൻ കൊള്ളാകുന്നതായിട്ട് നിലനിർത്തുന്നത്. അപ്പൊ ഈ ഭരണാധികാരികളെ ഇല്ലെങ്കിൽ ഈ പൊതുവായ കൃപ അവിടെ ഓപ്പറേഷൻ ഇല്ലാതെ പോകും. ഭരണാധികാരികൾ ശരിക്കും ഭരിച്ചില്ലെങ്കിൽ ആളുകൾക്ക് ഇറങ്ങി നടക്കാൻ ഒക്കുകയില്ല. ഇപ്പോ കാലത്ത് അങ്ങനെ വന്നിരിക്കുകയാണ്. ഭരണകൂടങ്ങള് അവരെ ശരിയായ നിലയിൽ ഭരിക്കാത്തത് കൊണ്ട് എന്താണ് പല ആളുകൾക്കും ഇറങ്ങി നടക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ളതായിരിക്കും ഒരു കാലമാണ്. ഇപ്പൊ തന്നെ മൃഗങ്ങളെ കൊണ്ട്, പട്ടികളെ കൊണ്ട് മനുഷ്യൻ നടക്കാൻ വയ്യാത്തതായിരിക്കുന്ന കാലം. ഗവൺമെന്റുകളാണ് അതിനൊക്കെ ഒതുക്കേണ്ടത്. മനുഷ്യനെ ഇറങ്ങി നടക്കുവാൻ തക്കവണ്ണം, സ്വൈര്യമായി നടക്കുവാൻ തക്കവണ്ണം സാധ്യമാകത്തക്ക നിലയിൽ ഈ ഹിന്ദുക്കളെയൊക്കെ നിയന്ത്രിക്കേണ്ടത് ഈ ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തങ്ങളാണ്. പക്ഷെ അവരത് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മനുഷ്യരെ മൃഗങ്ങളാൽ കൊല്ലപ്പെടുവാനായിട്ട് ഇടയാകും. അപ്പോ ഗവൺമെന്റുകൾ ദൈവത്തിന്റെ ക്രമീകരണത്തിലുള്ള ഒന്നാണ്. പൊതുവായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ ഡിസ്പെൻസ് ചെയ്യുന്ന, അതിനെ കൊടുക്കുന്നതായിരിക്കുന്ന ക്രമീകരണമാണ് ദൈവം ചെയ്തിരിക്കുന്നത്. അതുപോലെ സാർവത്രികമായ ധാർമ്മിക മൂല്യങ്ങളുണ്ട്. ലോകത്തിലുള്ള ആളുകളിലെ വലിയൊരു പങ്ക് രക്ഷിക്കപ്പെട്ടവരല്ല എങ്കിലും ഈ ലോകത്ത് നോക്കുമ്പോൾ സാർവത്രികമായിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളുണ്ട്. അത് വ്യഭിചാരം ലോകത്തിലുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും, ചെയ്യുന്ന രാജ്യങ്ങളിൽ പോലും അത് ന്യായമാണ്, ശരിയാണെന്ന് പറയില്ല. കൊലപാതകം എവിടെയാണ് അത് നീതീകരിക്കപ്പെട്ടതായിരിക്കുന്നത്? കൊന്നവൻ ഞാൻ കൊന്നില്ല എന്ന് തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. മോഷ്ടിച്ചവൻ ഞാൻ മോഷ്ടിച്ചില്ല എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. അത് തല്ലിയവൻ ഞാൻ തല്ലിയില്ലെന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. ഒരു കോടതിയിൽ ഞാൻ മോഷ്ടിച്ചതായി നിങ്ങൾക്ക് എന്നാ കാര്യം എന്ന് ചോദിക്കാൻ ആർക്കുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാർവത്രികമായിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ നിലനിർത്തുവാൻ തക്കവണ്ണം ഈ പൊതുവായിരിക്കുന്ന കൃപ സഹായകരമായിട്ട് തീർന്നിട്ടുണ്ട്. ലോകത്തിലെ ഇനിയും മനുഷ്യഭോജികളായിരിക്കുന്ന ആളുകളുള്ളതായിരിക്കുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു. അവിടെ പോലും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ മനുഷ്യനെ കൊന്നു തിന്നുമായിരുന്നു. അവിടെ പോലും എല്ലാവരെയും കൊന്നു തിന്നാൻ ഒക്കുകയില്ല. സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ കൊല്ലുന്നത് കൊലപാതകമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. അപ്പൊ അവർക്കും ഒരു ധാർമ്മിക നിയമം ഉണ്ടായിരുന്നു. ആ ധാർമ്മിക നിയമം പ്രാകൃതമായിരുന്നു എന്നേ ഉള്ളൂ. മറ്റു രാജ്യങ്ങളെ പോലെ ആ നിയമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ധാർമ്മികതയെ കുറച്ചുകൂടെ ഉൾക്കൊള്ളുന്നതായിരുന്നില്ല. എന്നാൽ അവരും കൊലപാതകം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ ഇടയിലും വ്യഭിചാരം ചെയ്തതെന്നുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന നിർവചനമല്ല, അവർക്ക് അവരുടേതായ നിർവചനമുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന നിർവചനങ്ങളുണ്ട്. മോഷണം എന്ന് പറയുന്നത് അതുപോലെയാണ്. മോഷ്ടിക്കരുത് എന്നുള്ള നിയമം അവർക്കിടയിലുണ്ട്. പക്ഷേ ആ നിയമം എല്ലായിടത്തും ഉള്ളതുപോലെയല്ല. പണ്ട് ആഫ്രിക്കയിലെ ഒരു കഥ ഞാൻ കേട്ടുള്ളത് ഇവിടെ പ്രസക്തം ആണെങ്കിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ആഫ്രിക്കയിലേക്ക് പോയതായിരിക്കുന്ന ഒരു മിഷണറി അവിടെ പോയി ക്ലിനിക്ക്, ഡോക്ടറാണ് താനും ഭാര്യയും. അവരവിടെ പോയി ക്ലിനിക്ക് തുറന്നു. എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ളതായിരിക്കുന്ന ചികിത്സയൊക്കെ കൊടുത്തു. ക്ലിനിക്കിനോട് ചേർന്ന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഒരു പൈനാപ്പിൾ നട്ടു. അപ്പോ ആ പൈനാപ്പിള് നട്ടു, നന്നായിട്ട് വിളഞ്ഞു. അപ്പോൾ ഈ മിഷണറി പൈനാപ്പിള് പഴുത്താൽ പറിക്കണം, എനിക്ക് കഴിക്കണം എന്ന് മാത്രമല്ല ക്ലിനിക്കിൽ വരുന്ന ആളുകൾക്കും പൈനാപ്പിൾ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ എന്താണ്, വിളയുന്ന പൈനാപ്പിൾ ഇങ്ങനെ മോഷണം പോയിക്കൊണ്ടിരുന്നു. ഒരു പൈനാപ്പിൾ പോലും മിഷണറി കിട്ടിയില്ല. ഒരെണ്ണം വിളഞ്ഞു കിട്ടാൻ സമ്മതിക്കില്ല. അതിന് മുമ്പ് തന്നെ പിടിച്ചുകൊണ്ട് പോകും. മിഷണറി വളരെ അങ്ങ് ബുദ്ധിമുട്ടി. ആളുകളെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞില്ല, ഞങ്ങൾ മോഷ്ടിക്കില്ലെന്ന് പറഞ്ഞു. മോഷ്ടിക്കുന്നവരാരും ഈ രാജ്യത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്താ എന്റെ പൈനാപ്പിൾ അങ്ങനെ പോയത് മിഷണറിക്ക് മനസ്സിലാകുന്നില്ല. ഒടുവിൽ അദ്ദേഹം രണ്ടാമത്തെ വർഷം പൈനാപ്പിൾ കേട്ടു. അദ്ദേഹം വളരെ ശക്തന്മാരായിരിക്കും, ശക്തിയുള്ള ചില പട്ടികളെ വളർത്തി, 2-3 പട്ടികളെ വളർത്തി. അതിനെ അഴിച്ചുവിടും. അപ്പോ പട്ടികളെ അഴിച്ചുവിട്ട് കഴിഞ്ഞപ്പോ എന്താണ്, പൈനാപ്പിൾ ഒന്നും മോഷണം പോയില്ല. പക്ഷെ പൈനാപ്പിൾ എല്ലാം പഴുത്തു. ആരും പൈനാപ്പിൾ വാങ്ങുകയില്ല. മിഷണറി കുറച്ച് പൈനാപ്പിൾ തിന്നു എന്നുള്ളതല്ലാതെ ബാക്കി പൈനാപ്പിൾ തോട്ടത്തിലെ പൈനാപ്പിൾ ഒന്നും പോയില്ല. അപ്പം മിഷണറി ആകപ്പാടെ ചിന്തിച്ചപ്പോ, ഡോക്ടറെ ഭാര്യ ചിന്തിച്ചപ്പോ, ഇത് ഭയങ്കരമാണ്. നമ്മൾ ഈ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണല്ലോ ഈ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത്, നമുക്ക് തിന്നാൻ വേണ്ടി മാത്രമല്ലല്ലോ. പട്ടിയെ വളർത്തിയ കാരണം ആരും പൈനാപ്പിള് തോട്ടത്തിലേക്ക് വന്നുമില്ല, ആരും പൈനാപ്പിൾ കൊടുത്താൽ പോലും വാങ്ങുകയില്ല എന്ന സ്ഥിതിയായി. അതുകൊണ്ട് നമുക്ക് പട്ടികളെ നശിപ്പിക്കാമെന്ന് വിചാരിച്ച ഒരു പട്ടികളെയൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞു. അടുത്ത വർഷം പൈനാപ്പിൾ വീണ്ടും കൃഷി ചെയ്തു. എല്ലാവരെയും വിളിച്ച് മിഷണറി ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ പൈനാപ്പിൾ മോഷ്ടിക്കരുത്, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വന്ന് ചോദിച്ചാൽ മതി, ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഉള്ളതാണിതെന്ന് പറഞ്ഞു. അതെ എന്ന് പറഞ്ഞു. അപ്പോ ആ വർഷം എന്ത് സംഭവിച്ചത്, എല്ലാ പൈനാപ്പിളും മോഷണം പോയി. ഡോക്ടർക്ക് ഒരു പൈനാപ്പിളും കിട്ടിയില്ല. അവസാനം ഡോക്ടർ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, ഈ പൈനാപ്പിൾ തോട്ടം ഞങ്ങൾ ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞു. ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോ ആ വർഷം ഒറ്റ പൈനാപ്പിളും മോഷണം പോയില്ല, ഒരു പൈനാപ്പിളും. മിഷണറി പൈനാപ്പിളൊക്കെ വിളയുന്നത് വെട്ടിയെടുക്കും, എടുത്തിട്ട് വരുന്നവർക്ക് ഓരോന്ന് കൊടുക്കും, അവരത് വാങ്ങിച്ചുകൊണ്ട് പോകും. പക്ഷേ അതും വളരെ വൈമനസ്യത്തോടെ അവർ വാങ്ങുന്നത്. അപ്പം ഡോക്ടറും ഭാര്യയും ചിന്തിച്ചു, ഇതിന്റെ രഹസ്യം എന്താണ്? അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ദൈവത്തിനുള്ളത് ഞങ്ങൾ എടുക്കില്ല, മോഷ്ടിക്കില്ലെന്ന് പറഞ്ഞു.
ദൈവത്തിന്റെ ആണ് ഈ തോട്ടം ദൈവത്തിന് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിൽ നിന്ന് മോഷ്ടിക്കുന്ന പ്രശ്നമില്ല. ദൈവത്തിനുള്ളത് എടുത്താൽ അത് മോഷണമാണെന്ന് പറഞ്ഞു. അത് മിഷണറി ആ തോട്ടം എന്ന് പറഞ്ഞാല് അത് ഞങ്ങളുടെ ഭൂമിയാണ്, ആഫ്രിക്കാരായിരിക്കും ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളുടെ ഭൂമി നിങ്ങൾ കൃഷി ചെയ്താൽ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഓടിക്കുന്ന മോഷണമായിട്ടിരിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ അവിടെയുള്ളതായിരിക്കുന്ന ആളുകൾക്ക് മോഷണത്തെ കുറിച്ചുള്ള നിർവചനമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിനുള്ളത് എടുക്കുന്നതാണ് മോഷണം. ദൈവത്തിനുള്ളത് എടുക്കുന്ന മോഷണം മനുഷ്യർക്ക് എടുക്കുന്ന മോഷണമല്ല. അവരെ സംബന്ധിച്ചോളം ആ ഭൂമി അവരുടെ ഭൂമിയാണ്. അവിടെ ആരും ഒന്ന് കൃഷി ചെയ്ത് പൈനാപ്പിളിൽ എന്തുണ്ടാക്കിയാലും അത് അവർക്കുള്ളതാണ്, അത് അവർക്ക് എടുക്കാം. അപ്പൊ ഏതൊരു വർഗത്തിനായാലും മോഷണത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു നിർവചനം അവർക്കുണ്ട്. അങ്ങനെ പ്രാകൃതമായ മനുഷ്യവർഗങ്ങൾക്ക് പോലും ഈ ദൈവത്തിന്റെ പൊതുവായിരിക്കുന്ന കൃപ അവർക്ക് ചില ധാർമ്മിക നിയമങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന ബോധം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ബോധം ഒരിക്കലും പോരാ എന്നുള്ളതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. ഇപ്പൊ രക്തബന്ധത്തിലുള്ളവരെ വിവാഹം കഴിക്കുന്നു, സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കുന്ന സമൂഹങ്ങൾ വളരെ കുറച്ച് സമൂഹങ്ങളേ ഉള്ളൂ. വളരെ കുറച്ചേ ഉള്ളൂ. എന്തുകൊണ്ടോ എവിടെ നിന്ന് അവർക്ക് ഇത് കിട്ടി? അതവരുടെ ഈ പൊതുവായിരിക്കുന്ന ദൈവകൃപയുടെ ഒരു ധാർമ്മികമായ അറിവാണ് അവർക്ക് സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളത്. രക്തബന്ധത്തിലില്ലാത്തവരെ, കസിൻസിനെയോ അകന്നവരെയോ ഒക്കെ കല്യാണം കഴിക്കാൻ. അതുപോലെ ദൈവത്തിന്റെ ശിക്ഷകളും പ്രതിഫലങ്ങളും സംബന്ധിച്ച് മനുഷ്യർക്കുള്ളതായിരിക്കുന്ന ഒരു ബോധ്യമുണ്ട്. ദൈവ രക്ഷിക്കപ്പെടാത്ത ആളുകളാണെങ്കിലും എന്റെ ചെറുപ്പത്തില് ഞങ്ങളുടെ ഈ നാട്ടില് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ്, എന്റെ കുഞ്ഞ് ദൈവദൂഷണം പറയരുത്, ദൈവദോഷം ചെയ്യരുത് എന്നൊക്കെ ആളുകൾ പറയും. ചില പ്രവൃത്തികൾ ചെയ്ത് പറയുമ്പോൾ ദൈവദോഷം ചെയ്യരുതെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ഉണ്ട് എന്ന ഒരു ബോധ്യത, ദൈവം ശിക്ഷിക്കുന്ന പ്രവൃത്തികളുണ്ട് എന്നൊരു ബോധ്യത മനുഷ്യനുണ്ട്. ഏത് പ്രവൃത്തികളും അവർ അംഗീകരിക്കില്ല. പല പ്രവൃത്തികളും അവരെ സംബന്ധിച്ച് അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ചിലത് ചെയ്ത് കഴിഞ്ഞാൽ പറയും അതൊക്കെ ഭയങ്കരമായി പോയി, ദൈവദോഷം ചെയ്തു, ദൈവം നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല, ദൈവം നിന്നെ നശിപ്പിച്ചു കളയും എന്നൊക്കെ അവരും പറയും. അപ്പൊ ഈ ബോധം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ ദൈവത്തിന്റെ പൊതുവായിരിക്കുന്ന കൃപ നൽകുന്നതായിരിക്കുന്ന ഒരു ബോധ്യമാണത്. ദുഷ്പ്രവൃത്തികൾക്ക് ശിക്ഷയും സൽപ്രവൃത്തികൾക്ക് പ്രതിഫലവും ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന ഒരു ബോധ്യത അവർക്കുണ്ട്. പക്ഷെ അതൊന്നും മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയെ ബാധിക്കുന്നതായിരിക്കുന്ന ബോധ്യതകളല്ല. സൽപ്രവൃത്തികൾ ചെയ്താൽ സ്വർഗത്തിൽ പോകുന്നൊന്നും അവരാൻ പറയുകയില്ല. അങ്ങനെ പറയുന്നവരായിരിക്കുന്ന ആളുകൾ സത്യം അറിയാത്തതുകൊണ്ട് പറയുകയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ മനുഷ്യൻ പലപ്പോഴും സൽപ്രവൃത്തികൾ ചെയ്യുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിനാലോ ഭയപ്പെടുന്നതിനാലോ ഒന്നുമല്ല, അതിന്റെ സൽഫലങ്ങൾ കാക്ഷിക്കുന്നത് കൊണ്ടാണ്. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്നുള്ളതായിരിക്കുന്ന ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് നല്ലത് ചെയ്ത് നല്ലത് കൊയ്യണം എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹമാണ് അവർക്ക്. മുള്ളു വിതച്ചാൽ ഗോതമ്പ് കൊയ്യാനൊക്കില്ല, മുള്ളു മാത്രമേ കൊയ്യാനൊക്കൂ. അതുകൊണ്ട് നമുക്ക് ഗോതമ്പ് വിതയ്ക്കാം, എങ്കിലേ നമുക്ക് ഗോതമ്പ് കൊയ്യാനായിട്ട് സാധിക്കൂ എന്നുള്ളതായിരിക്കുന്ന ഒരു ബോധ്യതയിലാണ് അവർ പലപ്പോഴും അത് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പൊതുവായ കൃപയും അതുപോലെ പ്രത്യേകമായിരിക്കുന്ന കൃപയും തമ്മിൽ. അപ്പോ ചില ആളുകൾ എന്നാൽ അങ്ങനെയാണെങ്കിലും അവര് ഇങ്ങനെ പറയാറുണ്ട്, ആത്മരക്ഷയുമായ ബന്ധമില്ലാത്ത ഒന്നിനെയും കൃപയെന്ന് വിളിക്കുന്നത് ശരിയല്ല. അതാണ് അർമീനക്കാർ പറയുന്നത്. ആത്മരക്ഷയുമായി ബന്ധമല്ലാത്ത ഒന്നിനെയും കൃപയെന്ന് വിളിക്കുന്നത് ശരിയല്ല. എന്നാൽ അതേസമയം തന്നെ അവർ പറയും ദൈവം രക്ഷയ്ക്ക് വേണ്ടി ആർക്കും പ്രത്യേക കൃപ കൊടുക്കുന്നില്ല, അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാനുള്ളതായിരിക്കുന്ന കൃപയെ ആവശ്യമില്ലെന്ന് അവർ പറയുന്നത്. അങ്ങനെ ഒരു കൃപയെ ആവശ്യമില്ല. ഏതൊരു മനുഷ്യനും സ്വയം തീരുമാനിച്ച് രക്ഷിക്കപ്പെടുവാനുള്ളതായിരിക്കുന്ന കഴിവുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന സഹായമൊന്നും അവന് വേണ്ട, അത് അവൻ തന്നെ തിരഞ്ഞെടുക്കേണ്ടതായിരിക്കുന്ന ഒന്നാണ് എന്നവർ പറയും. അതുപോലെ പൊതുവായ കൃപയെക്കുറിച്ചുള്ള നവീകരണ ഉപദേശം ക്രിസ്തുവിന്റെ രക്ഷന്റെ വേലയെക്കുറിച്ചുള്ള അർമീനിയൻ ചിന്താഗതിയെ അനുകൂലിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. എന്ന് പറഞ്ഞാല് പൊതുവായ കൃപയെക്കുറിച്ചുള്ള നവീകരണ ഉപദേശം ക്രിസ്തുവിന്റെ രക്ഷന്റെ വേലയെ അർമീനിയൻ ചിന്താഗതി അത് സഹായിക്കുന്നു എന്ന് പറയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൊതുവായ കൃപയുള്ളത് കൊണ്ട് മനുഷ്യന് പല നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും കഴിയുമല്ലോ. ആ തീരുമാനങ്ങൾ ഒന്നായിട്ട് മാത്രം രക്ഷയിരുന്നാൽ മതിയല്ലോ. അങ്ങനെയെങ്കിൽ മനുഷ്യനായി പൊതുവായ കൃപ കൊണ്ട് രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയുമല്ലോ എന്നവർ പറയാറുണ്ട്. എന്നാൽ രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടാത്തവരോടും ദൈവം അനുകൂല മനോഭാവം പുലർത്തുന്നു എന്ന ആശയം ഈ ഉപദേശത്തിലുണ്ട്. അത് ശരിയാണ്. കാരണം ദൈവം ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഴയെ പിഴിക്കുന്നവനാണ്. ദൈവത്തിന്റെ പൊതുവായിരിക്കുന്ന കൃപയുടെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ ദൈവം കൃപയ്ക്ക് രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ മഴ കിട്ടൂ, അവർക്ക് കണ്ടിൽ വെള്ളം കാണും, അവർ കൃഷി ചെയ്താലേ അതിൽ ഫലം ഉണ്ടാകും, അല്ലാത്തവരോ കൃഷിയെല്ലാം മുള്ളും പറക്കാരും കയറി അങ്ങ് പോകും. അങ്ങനെയല്ല, ദൈവം പൊതുവായിരിക്കുന്ന കൃപ കാണിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ദൈവം ദുഷ്ടന്മാരുടെ കൃപ കാണിക്കുന്നവനാണ്. പക്ഷെ രക്ഷണീയ കൃപയല്ല കാണിക്കുന്നത്. അവന്റെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന കോമൺ സെൻസ് അവന് കൊടുത്തിട്ടുണ്ട്. ദുഷ്ടന്മാരാണെങ്കിലും കൃഷി ചെയ്യണമെന്നും അതുപോലെ മക്കളെ വളർത്തുന്നത് സംബന്ധിച്ചും ഒക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അവന് ബോധ്യതയുണ്ട്. അതൊക്കെ ലംഘിച്ചിട്ടാണ് അവന് പാപം ചെയ്യുന്നതെന്നുള്ളത് ശരിയാണെങ്കിലും അവനൊരു ബോധ്യത ആ വിഷയത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ചിലർ ചോദിക്കും, ഈ പ്രാകൃത മനുഷ്യരിൽ എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് എന്നാണ്. പ്രാകൃത മനുഷ്യരിൽ നന്മയുണ്ട്, പക്ഷെ രക്ഷയ്ക്ക് മതിയായ ഒരു യാതൊരു നന്മയോ അവനില്ല. രക്ഷിക്കപ്പെടാത്തതായിരിക്കുന്ന മനുഷ്യന് നന്മയില്ലേ? പിന്നെ എന്തെല്ലാം രക്ഷിക്കപ്പെടാത്ത ചില ആർട്ടിസ്റ്റുകൾ വരയ്ക്കുന്ന പടങ്ങൾ നോക്കി, എത്ര മനോഹരമായിരിക്കുന്ന പടങ്ങളാണ്, എത്ര മനോഹരമായിരിക്കുന്ന പടങ്ങളാണ്. രക്ഷിക്കപ്പെടാത്ത ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്ന കണ്ടെത്തലുകൾ നോക്കുക, മനുഷ്യവർഗത്തിന്റെ പ്രയോജനകരമായ കണ്ടെത്തലുകളാണ്. വൈദ്യശാസ്ത്രം തന്നെ നോക്കുക, അതെല്ലാം രക്ഷിക്കപ്പെട്ടവർ കണ്ടെത്തിയതാണ്, വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളല്ല. അതുപോലെ വൈദ്യശാസ്ത്രത്തിലെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കുന്ന അനേക ഉപകരണങ്ങളുണ്ട്. MRI സ്കാന്, CT സ്കാന് മുതലായിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ദൈവമക്കളാണ് കണ്ടുപിടിച്ചത് എല്ലാം എന്ന് പറയാം. ചിലതൊക്കെ ദൈവമക്കൾ കണ്ടുപിടിച്ചത് കൊണ്ട്, മനുഷ്യന് ദൈവം കൊടുക്കുന്നതായിരിക്കുന്ന കോമൺ ഗ്രേസ് കൊണ്ട് അങ്ങനെ പ്രാകൃത മനുഷ്യരാണെങ്കിലും അവർക്ക് പല കാര്യങ്ങളും നല്ലത് ചെയ്യുവാനായിട്ട് അങ്ങനെ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോ ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന കൃപയും പൊതുവായ കൃപയും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും വളരെ ആവശ്യമാണ്. പ്രകൃതിയിലുള്ള ഏതു നന്മയും ദൈവത്തിന്റെ പൊതുവായ കൃപയുടെ അടിസ്ഥാനത്തിൽ നൽകപ്പെട്ടിട്ടുള്ളവയാണ്. ഈ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചുകൊണ്ട് പൊതുവായ കൃപയും അതുവഴി ലോകത്തിൽ ദർശിക്കാവുന്ന നന്മകളെയും നിഷേധിക്കുന്നത് തിരുവചനത്തിന്റെ ഉപദേശത്തിന് ശരിയല്ല. പൊതുവായ കൃപയുണ്ട്, എന്നാൽ രക്ഷണീയ കൃപയുണ്ട്. അത് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകൾക്ക് നൽകുന്നതാണ്. ഫലവത്തായ കൃപ എന്ന് പറയും, എഫിക്കേഷ്യസ് ഗ്രേസ് എന്ന് നമ്മൾ സാങ്കേതികമായി പറയും. എഫിക്കേഷ്യസ്, കാരണം ആ ഗ്രേസ് എഫിഷ്യൻ്റാണ്, രക്ഷയ്ക്ക് പര്യാപ്തമാണ്, രക്ഷാ ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. പൊതുവായ കൃപയ്ക്ക് അങ്ങനെയുള്ള പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രവർത്തന സാധ്യത ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവായിട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞത് പൊതുവായ കൃപയെ കുറിച്ചാണ് പ്രധാനമായിട്ടും. അതിന്റെ പശ്ചാത്തലത്തിൽ രക്ഷണീയ കൃപയെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ഇനിയും നമ്മൾ പറയാനായിട്ട് പോകുന്നത് എഫിക്കേഷ്യസ് ഗ്രേസിനെ കുറിച്ചാണ്, ഫലവത്തായ ദൈവത്തിന്റെ കൃപ. ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ വ്യാപ്തി എന്ന് പറയുന്നത് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ വരുന്നതായിരിക്കുന്ന ഒരു വലിയ വിഷയമാണ്. എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ദൈവത്തിന്റെ എഫിക്കേഷ്യസ് ഗ്രേസ് എന്ന് പറയുന്നത് രക്ഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകൾക്ക് മാത്രം കൊടുക്കുന്നതാണ്, അതല്ലാത്തവർക്ക് കൊടുക്കുന്നതല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചോദിക്കുകയാണ്, ഈ ദൈവത്തിന്റെ എഫിക്കേഷ്യസ് ഗ്രേസിന് വളരെ ഏറ്റവും അതിനോട് ബന്ധപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ ബലിയല്ലേ, പരിഹാര ബലിയല്ലേ? ആ പരിഹാര ബലിയാണല്ലോ മനുഷ്യന്റെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ആ പരിഹാര ബലിയെ കുറിച്ചുള്ളതായിരിക്കുന്ന ബോധ്യതയാണല്ലോ അതാണല്ലോ മനുഷ്യ രക്ഷയിലേക്ക് നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പരിഹാര ബലി ആർക്കു വേണ്ടിയാണ് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അതാണ് അതിന്റെ എക്സ്റ്റെൻഡ് ഓഫ് അറ്റോൺമെന്റ് എന്ന് പറയും. എക്സ്റ്റെൻഡ് ഓഫ് അറ്റോൺമെന്റ്, പരിഹാര ബലിയുടെ വ്യാപ്തി. പൊതുവായ കൃപ മുന്നറിയപ്പെട്ട ആളുകൾക്ക് ഇല്ല, അത് മുന്നറിയപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് പ്രത്യേക ഗ്രേസ് എന്ന് പറയുന്നത്, എഫിക്കേഷ്യസ് ഗ്രേസ്. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മരിച്ചത് ആർക്കു വേണ്ടിയാണ്? എല്ലാ മനുഷ്യർക്ക് വേണ്ടിയുമാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് ഈ എഫിക്കേഷ്യസ് ഗ്രേസ് കിട്ടണ്ടേ? കാരണം അവർക്ക് വേണ്ടി മരിച്ചെങ്കിൽ പിന്നെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്ന മുന്നറിയപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമാണോ എന്നുള്ളതായിരിക്കുന്ന വലിയ ചോദ്യം വേദശാസ്ത്രങ്ങൾക്കിടയിലുള്ള വലിയൊരു സംവാദത്തിന്റെ ചോദ്യമാണ്. ഇത് റിഫോംഡ് ചിന്താഗതിയുള്ള ചില ആളുകൾ പോലും അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അങ്ങോട്ട് ഒരു പൂർണ്ണമായിട്ട് ഉറപ്പിച്ച് പറയാനായിട്ട് വളരെ പ്രയാസമാണ്. യേശുക്രിസ്തുവിന്റെ കാൽവറി ബലിയിലെ മരണത്തിന്റെ ലക്ഷ്യം, വ്യാപ്തി, പ്രയോജനം, ശക്തി മുതലായ വിഷയങ്ങളെ കുറിച്ച് വേദശാസ്ത്രികളുടെ മധ്യേ വ്യത്യസ്തങ്ങളായ ആശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട്. സുവിശേഷ വിഹിതർ അടിസ്ഥാനപരമായി യോജിക്കുന്ന ചില സത്യങ്ങളുണ്ട്. യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ വില അപരിമിതമാണ്, അതെല്ലാവരും യോജിക്കുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ ബലിയുടെ വില എന്ന് പറയുന്നത് അതിന് വില നിശ്ചയിക്കാൻ ഒക്കെയില്ല, അത് അൺലിമിറ്റഡ് ആണ്, അൺലിമിറ്റഡ് ഇൻ വാല്യൂ എന്ന് അവരെല്ലാവരും യോജിക്കും. അർമീനിയക്കാർ യോജിക്കും, അതുപോലെ റിഫോംഡ് ഫെയ്ത്തുകാരും എല്ലാവരും യോജിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു കാൽവരി നിവർത്തിച്ചതായിരുന്ന ബലിയുടെ വില എന്ന് പറയുന്നത് അതിന് ഒരു ലിമിറ്റ് ഇല്ല, അത് അപരിമിതമാണ്, പരിമിതമല്ല, അപരിമിതമാണ്. മുന്നറിയപ്പെട്ടവർ മാത്രമേ വീണ്ടെടുക്കപ്പെടുകയുള്ളൂ എന്നുള്ള ആശയവും റിഫോംഡ് ഫെയ്ത്ത്, നവീകരണ വേദശാസ്ത്രം എല്ലാവരും പറയുന്നതാണ്. അർമേനിയക്കാരും അത് പറയും, പക്ഷേ അവർക്ക് മുന്നറിയപ്പെട്ടവർ എന്നുള്ളതിന്റെ നിർവചനം എന്ന് പറയുന്നത് റിഫോംഡ് ഫെയ്ത്തുകാരുടെ നിർവചനമല്ല. സുവിശേഷം പ്രസംഗിച്ചാൽ വിശ്വസിക്കുമെന്ന് ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട് അറിഞ്ഞു. കുറെ ആളുകളെ എ വിശ്വസിക്കും, ബി വിശ്വസിക്കില്ല, സി വിശ്വസിക്കും, ഡി വിശ്വസിക്കില്ല.
അതുകൊണ്ട് ദൈവം എയും സിയെയും അങ്ങ് തെരഞ്ഞെടുത്തു എന്ന് അവർ പറയും. അല്ലാതെ ദൈവം മനുഷ്യന്റെ തന്റെ സർവാധികാരം ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുന്നതല്ല, മനുഷ്യന്റെ നന്മയെ കണ്ടുകൊണ്ട് തിരഞ്ഞെടുക്കുന്നതാണെന്ന് അവർ പറയും. എങ്കിലും അവർ പറയും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ഇതിന്റെ പ്രയോജനം ഉള്ളൂ എന്ന് അവരും പറയും. എന്നാൽ റിഫോംഡ് ഫെയ്ത്തുകാർ അങ്ങനല്ല പറയുന്നത്. ദൈവം തന്റെ സർവാധികാരത്തിൽ, തന്റെ സർവാധികാര ഇച്ഛയിൽ രക്ഷയ്ക്ക് വേണ്ടി മുന്നമേ തിരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ബലിയുടെ പ്രയോജനം ഉണ്ടാകും. അതെല്ലാവരും പറയും. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ പിന്നെ കർത്താവിന്റെ ബലിയുടെ പ്രയോജനം, രക്ഷന്റെ വേലയുടെ പ്രയോജനം കിട്ടുന്നത് ആർക്കാണ്? വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. വിശ്വസിക്കുന്നവരാരാണ്? തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എങ്കിൽ പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് പ്രയോജനം അവർക്കേ ഉള്ളൂ. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോ മുന്നറിയപ്പെട്ടവർ മാത്രമേ വീണ്ടെടുക്കൂ എന്നുള്ള കാര്യത്തിൽ പൊതുവായിട്ട് അത് എഗ്രി ചെയ്യുന്നു. പിന്നെ വ്യക്തിപരമായ വിശ്വാസത്താലാണ് ഒരാൾ രക്ഷ പ്രാപിക്കുന്നത്. അതിലും ആർക്കും സംശയമില്ല. ഒരു വ്യക്തി താനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ എനിക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതായിരിക്കുന്ന സത്യം സംബന്ധിച്ചും ആർക്കും സംവാദമില്ല. വിശ്വസിക്കാതെ ആരും രക്ഷിക്കപ്പെടുകയില്ല. ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും രക്ഷിക്കപ്പെടുകയില്ല. ഏതെങ്കിലും ഒരാൾ രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവൻ വിശ്വസിക്കണമെന്ന്. അവൻ വിശ്വസിക്കാതെ കർത്താവ് വിശ്വസിച്ചിട്ട് രക്ഷിക്കപ്പെടുകയില്ല. നമ്മളൊക്കെ രക്ഷിക്കപ്പെടുന്ന നാം വിശ്വസിച്ചിട്ടാണ്. അക്കാര്യത്തിലും ഐക്യതയുണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ ആർക്കും വിശ്വസിപ്പാൻ കഴിയുകയില്ല എന്നുള്ള സത്യങ്ങളാണ്. അതിലും യോജിപ്പുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ ഒരു പാപിക്ക് തന്നെ വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അർമീനിയക്കാരങ്ങനെ പറയും, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ശക്തിയൊന്നും വേണ്ട, സഹായമൊന്നും വേണ്ട, മനുഷ്യനുള്ള കഴിവുണ്ടെന്ന് പറയും. എന്നാൽ റിഫോംഡ് ഫെയ്ത്തിന്റെ ഉള്ളിലുള്ള ആളുകള്, സുവിശേഷ വിഹിതരുടെ ഇടയിൽ ആരും അത് പറയില്ല. അവരെ വേറെ എന്തൊക്കെ ചിന്താഗതി ഉള്ളവരാണെങ്കിലും അവർ പറയും പരിശുദ്ധാത്മാവിന്റെ കൃപയില്ലാതെ ആർക്കും രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയില്ല. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രവർത്തിച്ച് പാവോഹം കൊടുത്ത് അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതെന്ന് പറയും. അപ്പൊ ഈ കാര്യങ്ങളിൽ യോജിപ്പുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ മരണത്തിന്റെ ലക്ഷ്യം, വ്യാപ്തി എന്നിവയെ കുറിച്ചുള്ളതായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസമാണ്. അതായത് ഇതിലെല്ലാം യോജിപ്പുണ്ടെങ്കിലും കർത്താവായ യേശു ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചു? ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചുവോ അതോ മുന്നറിയപ്പെട്ടവരുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രം മരിച്ചുവോ എന്നുള്ളതായിരിക്കുന്ന ചോദ്യത്തിലാണ്. അപ്പോൾ അതില് മുമ്പ് പറഞ്ഞതായിരിക്കുന്ന പോയിന്റ്സിൽ യോജിക്കുന്ന ആളുകളാണെങ്കിൽ അവർ പറയും മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. പക്ഷേ മേളിൽ പറഞ്ഞ 5-6 കാര്യം പറഞ്ഞല്ലോ, അതെല്ലാം സത്യമാണ്. മുന്നറിയപ്പെട്ടവരെ വിശ്വസിക്കുമെന്നും വ്യക്തിപരമായി വിശ്വസിച്ചെങ്കിൽ രക്ഷ കിട്ടുമെന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൂടാതെ ആർക്കും രക്ഷിക്കപ്പെടാൻ കഴിയുകയില്ലെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. അത് ശരിയാണെങ്കിലും കർത്താവ് ആർക്കു വേണ്ടി മരിച്ചു എന്നുള്ള ചോദ്യത്തിന് എല്ലാവർക്കും വേണ്ടി മരിച്ചു, സകലോകത്തിനു വേണ്ടി മരിച്ചു എന്ന ഉത്തരമാണ് അവര് നൽകുന്നത്. എന്നാൽ ഒരു കൂട്ടം ആളുകൾ പറയും അങ്ങനെയല്ല, കർത്താവ് ആർക്ക് വേണ്ടി മരിച്ചുവോ അവരൊക്കെ രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി ആരെയൊക്കെയാണോ മുൻനിർണയിച്ചത് അവരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് പറയും. അപ്പൊ വ്യത്യാസം ഇതാണ്. ചോറ് ഊണ് തയ്യാറാക്കിയത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവം ആഹാരം രക്ഷയുടെ ഊണ് തയ്യാറാക്കിയത്. ഉണ്ണുന്നവരാരാന്ന് ചോദിച്ചാൽ ദൈവം മുൻപേ നിശ്ചയിച്ച ആളുകളെ ഉള്ളൂ, ദൈവം വിളിച്ചവരേ ഉള്ളൂ. അപ്പൊ പിന്നെ ബാക്കിയുള്ള ചോറെന്തോ അതൊക്കെ നഷ്ടമായി പോകും. അല്ല പിന്നെ എന്ത് ചെയ്യാൻ? കാരണം അവര് വരികയില്ല. വരണമെങ്കിൽ ദൈവം വിളിച്ചെങ്കിലേ വരാൻ നോക്കൂ. വന്നവർക്ക് ചോറ് വിളമ്പും, അല്ലാത്തവർക്ക് കൊടുക്കുകയില്ല. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരുക്കിയതായിരിക്കുന്ന രക്ഷയാണെങ്കിലും ആ രക്ഷ പ്രയോജനപ്പെടുന്നത് മുന്നറിയപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇത്ര വിശാലമായ രക്ഷ ഒരുക്കിയിട്ട് എന്ത് പ്രയോജനമാണ് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലെന്ന് അവർ പറയും. അങ്ങനെയൊന്നും നമ്മൾ ചോദിക്കേണ്ടതായിരിക്കുന്ന കാര്യമില്ല. അങ്ങനെ അങ്ങ് വിശ്വസിച്ചാൽ മതി. കാരണം ബൈബിൾ അങ്ങനെയാണല്ലോ പറയുന്നത്. കണ്ടാൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവത്തിന്റെ കുഞ്ഞാടെന്നല്ലേ പറഞ്ഞത്. ലോകം എന്ന് പറയുന്നത് എല്ലാവരും ഇല്ലേ? അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങള് അങ്ങനെ എടുത്തു പറയും. അപ്പൊ അർമീനിയൻ ചിന്താഗതി എന്ന് പറഞ്ഞത് സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പ് വില കർത്താവ് ക്രൂശിൽ നൽകിയെന്നാണ്. സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പ് വില കർത്താവ് ക്രൂശിൽ നൽകി. വാസ്തവത്തിൽ അവരുടെ രക്ഷ ക്രിസ്തു സമ്പാദിച്ചിരിക്കുന്നതാണ്. ഈ ഒബ്റ്റെയിൻഡ് സാൽവേഷൻ. പക്ഷേ അത് വിശ്വാസത്താൽ സ്വായത്തമാക്കുവാൻ ആക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് എല്ലാവരുടെയും രക്ഷ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. ലോകത്തിലുള്ള എല്ലാ പാപികളും രക്ഷ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ പാപികൾ എന്ത് ചെയ്യണം? അവരുടെ പേരിൽ ചേർത്ത് കരമടയ്ക്കണം. അങ്ങനെ പറയുമല്ലോ. വസ്തു അങ്ങനെ തന്നാലും നമ്മൾ നമ്മുടെ പേരിൽ ചേർത്ത് കരമടയ്ക്കുന്നവർ നമ്മുടേതാവില്ലല്ലോ ശരിക്ക്. നമുക്ക് ക്രയവിക്രയം ചെയ്യണമെങ്കിൽ നമ്മുടെ പേരിൽ കൂട്ടി കരമടച്ചെങ്കിലല്ലേ നോക്കൂ. അപ്പോ നാം ചെയ്യേണ്ടതായിരിക്കുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ പേരിൽ കൂട്ടുകയാണ്. കർത്താവ് എന്ത് ചെയ്തു? എല്ലാവരുടെയും പേരിൽ രക്ഷ, എല്ലാ മനുഷ്യർക്കും വേണ്ടി രക്ഷ ഒരുക്കി. അതെല്ലാവർക്കുമാണ് ദാനമായിട്ട് വെച്ചിരിക്കുകയാണ്. എന്ന് പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നെ രക്ഷിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല. നീ പോയി അങ്ങ് പേര് ചേർത്താൽ മതി, നീ പേര് ചേർത്താൽ മതി എന്ന് പറയും.
അത് അർമേനിയൻകാരുടെ ചിന്താഗതി അങ്ങനെയുള്ളതായിരിക്കുന്ന ചിന്താഗതിയാണ്. അപ്പോ വിശ്വസിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന കൃപ എന്ന് പറയുന്നത് ദൈവം ആർക്കും പ്രത്യേകം നൽകുന്നത് എല്ലാവർക്കും തുല്യമായി നൽകിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. എല്ലാവർക്കും തുല്യമായി, ലോകത്തിലുള്ള ഹിറ്റ്ലർക്കും മുസോളിനിക്കും എല്ലാവർക്കും ദൈവം രക്ഷപ്പെടാനുള്ള കൃപ തുല്യമായിട്ട് നൽകി. പിന്നെ ഹിറ്റ്ലർ ഉപയോഗിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. ഹിറ്റ്ലർ ഉപയോഗിച്ചില്ല, എന്നാൽ വേറെ ചില വിശ്വാസികൾ ഉപയോഗിച്ചു. ഹിറ്റ്ലർ ഉപയോഗിച്ചില്ല, അങ്ങനെ പറയും. എല്ലാവർക്കും ദൈവം തുല്യമായിട്ട് കൃപ വിധിച്ചു നൽകിയിരിക്കുകയാണ്, എല്ലാ മനുഷ്യർക്കും. ചോറ് വിളമ്പിയിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഓരോ പ്ലേറ്റ് ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും അവരുടെ പേരും അതിലെഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ചോറ് വന്നെടുത്ത് ഉണ്ടത് കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ദൈവം ആർക്കു വേണ്ടി പ്രത്യേകിച്ചൊന്നും ഒരുക്കിയിട്ടില്ല, എല്ലാവർക്കും തുല്യമായിട്ട് ഒരുക്കിയിട്ടുള്ളൂ എന്നാണ് അർമേനിയൻ ചിന്താഗതി എന്ന് പറയുന്നത്. പക്ഷേ ഈ അർമേനിയൻ ചിന്താഗതി ഉണ്ട്, മറ്റേ റിഫോംഡ് ചിന്താഗതിയാണ്. ഇതിന് മധ്യത്തിൽ ചിന്താഗതികളുണ്ട്. അർമേനിയൻ ചിന്താഗതി അതാണ്. ഈ കാൽവിനിസ്റ്റുകളുടെ ഇടയിൽ തന്നെ മോഡറേറ്റ് കാൽവിനിസം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മലയാളത്തിൽ എന്താ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. മിതവാദ കാൽവിനിസ്റ്റ് ചിന്താഗതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മധ്യമ കാൽവിനിസ്റ്റിക് ചിന്താഗതി എന്നൊക്കെ പറയും. ഇവരെ കാൽവിനിസത്തിന്റെ 5 പ്രമാണങ്ങളിൽ 4 എണ്ണം മാത്രം സ്വീകരിക്കുന്നവരാണ്. കാൽവിനിസത്തിന് 5 മറ്റേതൊക്കെ അൺലിമിറ്റഡ് അറ്റോൺമെന്റിൽ അവർ പറയുന്നത് അൺലിമിറ്റഡ് അറ്റോൺമെന്റ് അൺലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. യഥാർത്ഥ കാൽവിനിസ്റ്റ് പറയുന്നത് അങ്ങനെയല്ല. ദൈവം മുന്നറിഞ്ഞ ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ യാഗമാക്കി തീർത്തു. മുന്നറിഞ്ഞവരുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് മരിച്ചു. മറ്റവർ പറയും അങ്ങനെ ആരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രത്യേകം മരിച്ചില്ല, ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ ബലി എന്ന് പറയുന്നത് അത് അൺലിമിറ്റഡ് ആണ്. അതിന് ലിമിറ്റേഷൻ ആരോപിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് അവർ പറയും. അതുകൊണ്ട് മുന്നറിയപ്പെട്ടവരിൽ മാത്രമേ രക്ഷ യാഥാർത്ഥ്യമായി തീരൂ എന്നുള്ളത് അവരും പറയും. മാധ്യമ കാൽവിനിസം പറയും എല്ലാവർക്കും അൺലിമിറ്റഡ് ആണ് മൂല്യത്തിൽ എന്ന് പറഞ്ഞാലും ആപ്ലിക്കേഷൻ ലിമിറ്റഡ് ആണെന്ന് പറയും. പക്ഷെ അതിന്റെ ഇന്റൻഷനിൽ അൺലിമിറ്റഡ് ആണെന്ന് അവർ പറയും, അതിന്റെ സ്കോപ്പിൽ അൺലിമിറ്റഡ് ആണെന്നൊക്കെ അവർ പറയും. വിശ്വസിക്കുന്ന സമയത്ത് അവിടെ രക്ഷ ഉറപ്പാകുന്നു എന്നേ ഉള്ളൂ. മരിച്ചതായിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. അഥവാ ക്രിസ്തുവിന്റെ ബലിയാൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ വിശ്വാസം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ടാണ് ഒരുക്കിയത്. അതുകൊണ്ട് വിശ്വസിക്കുന്നവർക്ക് അതിന്റെ പ്രയോജനം ഉണ്ടാകുന്നു. കർത്താവായ യേശു ക്രിസ്തു മരിക്കുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ചാണ് മരിച്ചത്, വിശ്വസിക്കുന്ന ഏവർക്കും. അപ്പോ ആ ഏവർക്കും എന്നുള്ളതിൽ അൺലിമിറ്റഡ് ആണ്, ആരെയും പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടില്ല. വിശ്വസിക്കുന്നവർ ആരാണോ അവർക്ക് ലഭിക്കും എന്ന നിലയിലാണ് അവർ പറയുന്നത്. എന്നാല് കാൽവിനിസ്റ്റ് ചിന്താഗതിയില് അത് പറയാനായിട്ട് സാധിക്കില്ല. യഥാർത്ഥമായ കാൽവിനിസ്റ്റ് ചിന്താഗതി ക്രിസ്തുവിന്റെ ബലി മൃതന്മാരുടെ മാത്രം വീണ്ടെടുപ്പ് സാധിച്ചു എന്നാണ്. അത് മാത്രം ഉറപ്പാക്കി രക്ഷയ്ക്ക് ആവശ്യമായ വിശ്വാസവും കാൽവരി യാഗത്താൽ സമ്പാദിക്കുക വഴിയാണ് ഇത് ചെയ്യുന്നത്. വിശ്വാസം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ഫലവും ദൈവത്തിന്റെ ദാനവുമാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 5 പോയിന്റ് അവർക്കുണ്ട്. പിന്നെ ഈ മോഡറേറ്റും റെഗുലർ കാൽവിനിസ്റ്റും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ 4 പോയിന്റും 5 പോയിന്റും എന്ന് മാത്രം പറഞ്ഞാൽ വിടാവുന്നതാണോ എന്ന് ചോദിച്ചാൽ അതിലൊക്കെ പിന്നെയും സൂപ്രാലെസ്പീറിയൻ കാൽവിനിസ്റ്റ്, ഇൻഫ്രാലെസ്പീറിയൻ കാൽവിനിസ്റ്റ്, സബ്ലെസ്പീറിയൻ കാൽവിനിസ്റ്റ് എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ ഈ ഓർഡോ സല്യൂട്ടീസ് എന്ന് പറയും. ഓർഡോ സല്യൂട്ടീസ് രക്ഷയുടെ ക്രമം എന്താണ് എന്നതൊക്കെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ അവിടെയൊക്കെ വരേണ്ടതാണ്. അത്രയൊന്നും ആഴത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ കാൽവറിയിലെ ബലി ലോകത്തിലുള്ള സകല പാപികളെയും രക്ഷിക്കുവാൻ പര്യാപ്തമാണോ എന്ന് ചോദിച്ചാൽ ഉവ്വ്, അത് പര്യാപ്തമാണ്. ലോകത്തിലുള്ള എല്ലാ പാപികളെയും എന്ന് മാത്രമല്ല ഈ ലോകത്തെ പോലെയുള്ള 1000 ലോകങ്ങളിലെ പാപികളെയും രക്ഷിക്കാൻ അതിന് വിലയുണ്ട്. കർത്താവിന്റെ ഒരു തുള്ളി രക്തത്തിന് അതിന്റെ വിലയുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ രക്ഷണ്യ വേലയുടെ മൂല്യത്തെ സംബന്ധിച്ച് ആർക്കും സംശയമില്ല. ലിമിറ്റഡ് ഇൻ വാല്യൂ എന്ന് ആരും പറയില്ല. ഇറ്റ്സ് അൺലിമിറ്റഡ് ഇൻ സ്കോപ്പ് ആൻഡ് അൺലിമിറ്റഡ് ഇൻ വാല്യൂ. പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ കർത്താവ് യഥാർത്ഥത്തിൽ ആർക്കു വേണ്ടി മരിച്ചു, ആർക്കു വേണ്ടിയാണ് കർത്താവ് വീണ്ടെടുക്കുകളെ കൊടുത്തത് എന്ന് പറയുമ്പോൾ ദൈവം ഒരു കാര്യവും ഡെഫിനിറ്റ് അല്ലാതെ ചെയ്യാറില്ല. ഇൻഡെഫിനിറ്റ് ആയിട്ട് ദൈവം പ്രവർത്തിക്കാനല്ല. ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മുന്നമേ ആലോചിച്ച് തീരുമാനിച്ച് തന്റെ ഇഷ്ടം ഹേതുവായിട്ടാണ് താൻ ചെയ്യുന്നത്. അപ്പോ ലോകസ്ഥാപനത്തിന് മുമ്പേ രക്ഷയ്ക്കായിട്ട് ആളുകളെ തിരഞ്ഞെടുത്തെങ്കിൽ പിന്നെ ഈ തിരഞ്ഞെടുക്കാത്തവർക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്ന് പറയുന്നതിൽ എന്താ ആവശ്യമാണ്? ലോകസ്ഥാപനത്തിന് മുമ്പേ രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ലോകസ്ഥാപനത്തിന് മുമ്പ് ഉണ്ടാകുന്നതിന് മുമ്പ്
എങ്കിൽ പിന്നെ അങ്ങനെ പേരെഴുതാത്തവർക്ക് വേണ്ടി കർത്താവായ യേശു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് എന്ന് ആളുകൾ ചോദിക്കും. അതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. പിന്നെ ഞാൻ പറയും, പ്രായോഗികമായിട്ട് പറഞ്ഞാൽ ഇതൊക്കെ ബുദ്ധിയിൽ ചൊറിയാൻ കൊള്ളാവുന്ന വിഷയങ്ങളാണെങ്കിലും പ്രായോഗികമായി പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണല്ലോ എനിക്ക് രക്ഷ കിട്ടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്ന് പറയുന്നതുകൊണ്ടല്ലല്ലോ എനിക്ക് രക്ഷ കിട്ടുന്നത്. പാപിയാ എനിക്ക് വേണ്ടി എന്റെ കർത്താവ് മരിച്ചു എന്ന് പറയുന്നതല്ലേ. അതൊരു പാപിക്ക് പറയണമെങ്കിൽ ഞാൻ പറയും, അവന് കർത്താവിൽ വിശ്വസിക്കണം. പിന്നെ കർത്താവിൽ വിശ്വസിക്കുന്ന സമയത്ത് ഈ ഉപദേശം എല്ലാം പഠിച്ചിട്ടൊന്നുമല്ല വിശ്വസിക്കുന്നത്. നീ പാപിയാണെന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും നമ്മൾ സുവിശേഷം കേൾക്കുന്നു. വാസ്തവത്തിൽ രസകരമായ ഒരു കാര്യം നിങ്ങളോട് പറയാം. ബൈബിൾ മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നൊരു വാക്യമില്ല. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നൊരു വാക്യമില്ല. ഒരു പാപിയോടും നിനക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പാപികൾക്ക് വേണ്ടി മരിച്ചെന്നും ലോകത്തിന് വേണ്ടി മരിച്ചെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ പറഞ്ഞിട്ടുള്ളത് ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയെന്നാണ്. നിങ്ങളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയെന്നല്ല. കാരണം പൗലോസ് അങ്ങനെ പറയുവാനായിട്ട് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പറയാഞ്ഞത്. രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ സംബന്ധിച്ച് പറയാം, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവർ മരിച്ചു നിർത്തി, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റപ്പെട്ടു. അങ്ങനെ പറയുമ്പോ മുന്നറിയപ്പെട്ടതായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് പറയുന്നത് നമ്മുടെ 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 എന്ന്. അപ്പൊ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പറയുവാനായിട്ട് കഴിയുമോ എന്ന് ചോദിക്കും. അങ്ങനെ പറയും, ദൈവം നിനക്ക് വേണ്ടി മകനെ മരിച്ചെന്ന് പറയും. നിന്റെ പാപത്തിനോട് യേശു ക്രിസ്തു മരിച്ചതാണ്, നീ പക്ഷേ അത് വിശ്വസിച്ചെങ്കിൽ നിനക്ക് പ്രയോജനം വരും. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മരണം വേസ്റ്റായി പോകും, നിനക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചിട്ട് പ്രയോജനം ഉണ്ടായില്ലെന്ന് പറയും. അത് അർമേനിയൻ സുവിശേഷമാണ്. അതുകൊണ്ട് അർമേനിയൻ സുവിശേഷത്തിന് ആളുകളെ അങ്ങനെ പറഞ്ഞ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അങ്ങനെ കഴിയും. പക്ഷേ അങ്ങനെ പ്രസംഗിക്കാനായിട്ട് ദൈവത്തിനും അനുവദിക്കുന്നു എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്, ചെറിയ വിഷയങ്ങളല്ല. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ വിശ്വാസം ഉറയ്ക്കുവാനായിട്ട്. ഞാൻ എന്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ആളാണ്. ലോകത്തിന്റെ പാപത്തിന് വേണ്ടി കർത്താവ് മരിച്ചു എന്ന് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരാളല്ല ഞാൻ. എന്റെ പാപത്തിന് വേണ്ടി എന്റെ കർത്താവ് മരിച്ചു എന്ന് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരാളാണ്. അത് ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്നെ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തെന്നും എന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയെന്നും എന്ന് മാത്രമല്ല പരിശുദ്ധാത്മാവിനെ അയച്ച എന്റെ ഹൃദയത്തിൽ പ്രവർത്തി എനിക്ക് പാപബോധം തന്നുവെന്നും ഇതെല്ലാം ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷമാണ് ഞാൻ പറഞ്ഞത്. സ്വിച്ച് അമർത്തിയാൽ ലൈറ്റ് കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ സ്വിച്ച് അമർത്തി, ലൈറ്റ് കിട്ടി. ലൈറ്റ് കിട്ടിയ ശേഷം ആൾ എന്നോട് പറഞ്ഞു, ഏത് സ്വിച്ചിലും അമർത്തിയാൽ ലൈറ്റ് കിട്ടുകയില്ല, കാരണം കണക്ഷനുള്ള സ്വിച്ചിൽ അമർത്തിയെങ്കിലേ ലൈറ്റ് കിട്ടൂ. നീ സ്വിച്ചിൽ അമർത്തിയപ്പോൾ ലൈറ്റ് കിട്ടാൻ കാര്യമെന്ന് പറയുന്നത് പള്ളിവാസലിൽ നിന്നോ അല്ലെങ്കിൽ മൂലമറ്റത്ത് നിന്നോ അതിന്റെ ലൈൻ വലിച്ചുകൊണ്ട് ഇവിടെ കണക്ഷൻ കൊടുത്ത പോലെയാണ്. അതുപോലെയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ കഴിച്ചതായിരിക്കുന്ന ബലി നിനക്കുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ അതിലുണ്ടായിരുന്നത് കൊണ്ടാണ് നീ സ്വിച്ച് അമർത്തിയപ്പോൾ നിനക്ക് പ്രകാശം കിട്ടിയത്. അത് എനിക്ക് വളരെ ആശ്വാസവും എനിക്ക് വളരെ രക്ഷയുടെ ഉറപ്പും തരും. കാരണം എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്ന് പറയുമ്പോൾ അല്ലേ, അതെനിക്ക് ഭയങ്കരമാണ്. എൻ്റെ അപ്പൻ എൻ്റെ പേരിൽ വസ്തു എഴുതി വെച്ചു, അതിന് ആധാരം ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഉറപ്പുള്ളതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് എനിക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എന്നെ രക്ഷിച്ചു എന്ന് പറയുന്നത് അതെനിക്ക് എത്ര ഉറപ്പ് വരുന്നതായിരിക്കുന്ന ഒരു ആശയമാണ്. എൻ്റെ അപ്പൻ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി വസ്തു വാങ്ങിച്ചിട്ടുണ്ട്, മോനെ നിനക്ക് മേടിച്ചതിനെടുത്തു എന്ന് പറയുന്നതായിട്ട് വ്യത്യാസമില്ലേ? വളരെ വ്യത്യാസമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോ എനിക്ക് ഈ അർമേനിയൻ ചിന്താഗതി അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇനിയിപ്പോ വാക്യങ്ങളില്ലേ ലോകത്തിന്റെ പാപത്തെ ചുമന്നു, തീർച്ചയായിട്ടും ഉണ്ട്. അതിനൊക്കെ എങ്ങനെയാ വ്യാഖ്യാനിക്കേണ്ടത്, അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ ബലി ആർക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ ഞാൻ വ്രതന്മാർക്ക് വേണ്ടി എന്ന് പറയും. അങ്ങനെ വാക്യമുണ്ട്, വ്രതന്മാർക്ക് വേണ്ടി അവര് മരിച്ചു, വൃതന്മാരുടെ പാപങ്ങളെയാണ് ചുമന്നതെന്നൊക്കെ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങളുണ്ട്. അതാണ് നമുക്ക് വേണ്ടി എന്ന് പറയുന്നത്. വൃതന്മാർക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടി എന്നുള്ളതായിരിക്കുന്നത് ഇല്ല. അങ്ങനെ സുവിശേഷത്തിന്റെ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നാണ്, നമുക്ക് വേണ്ടി മരിച്ചു. ഒരു പാപി വിശ്വസിക്കേണ്ടത് ലോകത്തിന് വേണ്ടി യേശുക്രിസ്തു മരിച്ചു എന്നല്ല. ആ പാപി പറയണം എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപങ്ങളെ ചുമന്ന് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിടലുകളാൽ നമുക്ക് രക്ഷ വന്നു എന്നാണ്. എനിക്ക് രക്ഷ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് രക്ഷ വന്നു എന്നല്ല, നമുക്ക് രക്ഷ വന്നിരിക്കുന്നു. അത് വളരെ വളരെ ഉറപ്പോടുകൂടെ നാം വിശ്വസിക്കുന്ന വളരെ ആവശ്യമാണ്. അതിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ വളരെ വലിയ മഹത്വമാണ്. അതിന്റെ രക്ഷയെ സംബന്ധിച്ച് വളരെ വ്യക്തമായിരിക്കുന്ന നിലയിൽ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. പിന്നെ ഇപ്പൊ ഞാൻ പറയും 4 പോയിന്റ് 5 പോയിന്റ് എന്നൊക്കെ വാദമൊക്കെ അവിടെ കിടക്കട്ടെ.
അതിലൊക്കെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ തിയോളജിയൻസ്, വേദശാസ്ത്രികൾക്ക് വഴക്ക് കിട്ടാനാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ വഴക്ക് കിട്ടാൻ വേണമല്ലോ. അതിന് അവർക്ക് കിട്ടാനുള്ളതായിരിക്കുന്ന കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. നിങ്ങളുടെ ജീവിതമൊക്കെ അതിനെക്കുറിച്ച് വാദിച്ച് നിങ്ങൾ കളയാനായിട്ട് പോകണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുകയും ആ സുവിശേഷം നിങ്ങളെ പ്രസംഗിക്കുകയും ചെയ്യണം. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്നാണ്. ആരെങ്കിലും വിശ്വസിച്ചല്ല, നീ വിശ്വസിക്കുക എന്നാൽ കർത്താവ് യേശുക്രിസ്തു നീ വിശ്വസിക്കുക എന്നാൽ നീ രക്ഷിക്കപ്പെടും. നിന്റെ കുടുംബം വിശ്വസിക്കുക എന്നാൽ അവർ രക്ഷിക്കപ്പെടും. അപ്പോൾ അത് വളരെ പേഴ്സണൽ ഗോസ്പലാണ്. ഇംപേഴ്സണൽ ഗോസ്പൽ അല്ല, വ്യക്തമായിരിക്കുന്ന സുവിശേഷമാണ്. ആ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട്. ഇത് വിശ്വസിക്കാൻ ഇടയായവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സന്ദേശം അനുഗ്രഹമാക്കി തീർക്കട്ടെ. രക്ഷയുടെ സന്ദേശം നിങ്ങൾക്ക് അതെ, കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾ വ്യക്തിപരമായി വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നത് ദൈവം നിങ്ങളെ മുന്നറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. അവൻ മുന്നറിഞ്ഞവരെയാണ് വിളിച്ചവരെയാണ് നീതീകരിച്ചത്. അതുകൊണ്ട് നീതീകരിക്കപ്പെട്ട കൂട്ടത്തിൽ വരുവാൻ തക്കവണ്ണം ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മുടെ പേരുകൾ കർത്താവ് ജീവപുസ്തകത്തിൽ എഴുതുകയും നമുക്ക് വേണ്ടി കർത്താവ് മരിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിനെ എന്റെ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറഞ്ഞ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടവനും ലോകസ്ഥാപനത്തിന് മുൻപേ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. അപ്പൊ തിരഞ്ഞെടുപ്പാണ് മുന്നിൽ. നമ്മുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതാൻ ആദ്യം കിടന്നത്. പിന്നെ അതിനുശേഷം കർത്താവായ യേശുക്രിസ്തു ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ലോകസ്ഥാപനമെന്ന് ലോകസ്ഥാപനത്തിന് മുൻപൊക്കെ പറഞ്ഞാൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ചിലർ പറയുന്നത്, അതൊക്കെ പറയുന്നത് ഇറ്റേണിറ്റി പാസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി. ഇറ്റേണിറ്റി പാസ്റ്റ് നിങ്ങളെ തിരഞ്ഞെടുത്തു, ഇറ്റേണിറ്റി പാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്ന് മാത്രം വിശ്വസിച്ചാൽ മതി. അല്ലാതെ അതിന്റെ ഒരു ലോജിക്കൽ സീക്വൻസ് ഒന്നും വേണ്ടെന്ന് പറയുന്നത്. വേണ്ടെങ്കിൽ വേണ്ടെന്ന് ഞാൻ പറയും. അതേക്കുറിച്ചൊന്നും ഞാൻ വഴക്ക് കെട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല. എന്നാൽ എന്റെ കർത്താവ് ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ കണ്ടു, എന്നെ തിരഞ്ഞെടുത്തു, കാലത്തിന് തികവിൽ എനിക്ക് വേണ്ടി മരിച്ചു, എന്നെ വിളിച്ചു, പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു, എന്നെ വിളിച്ചു, എനിക്ക് വിശ്വാസം തന്നു എന്നൊക്കെ പറയുമ്പോൾ എന്റെ രക്ഷ ഭയങ്കര ഭയമായിട്ട് അങ്ങ് ഉറച്ചിരിക്കാൻ എനിക്ക് അതേപോലെ ഒരു സംശയമേ വേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് സോ ഡെഫിനിറ്റ് ആൻഡ് സോ ഷുവർ രക്ഷയെ സംബന്ധിച്ച്. അതുകൊണ്ട് എന്റെ ഗുണം നോക്കിയല്ല എന്നെ രക്ഷിച്ചതെങ്കിൽ എന്റെ അയോഗ്യത കൊണ്ട് എന്റെ രക്ഷ നഷ്ടപ്പെടുകയുമില്ല. എന്റെ അയോഗ്യതല്ലോ എന്നെ രക്ഷിച്ചത്, കർത്തവ്യത കൊണ്ട് മാത്രമാണ്. കർത്താവ് കൊണ്ട് എന്നെ രക്ഷിച്ചെങ്കിൽ കർത്താവിന്റെ ഇഷ്ടത്തിൽ പറയുന്നത് ഒരു കാലം നശിച്ചു നിത്യം തന്നിരിക്കുന്നവർ ഒരു നാൾ നശിച്ചു പോകില്ലെന്നാണ്. പിന്നെ എനിക്ക് എന്തിനു ഭയപ്പെടാനാണ്? അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തീയത്തിൽ മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.